ശിവയുമായി സംസാരിച്ചതിന് ശേഷം യാമി മുൻപത്തേക്കാൾ ഉത്സാഹത്തോടെയാണ് അവർക്കൊപ്പം നിന്നത്. കുഞ്ഞുൾക്കെടുത്ത ആഭരണങ്ങളൊക്കെ നോക്കി അവൾ അവളോട് അഭിപ്രായം പറയുകയും അവൾക്ക് ഇഷ്ടമായത് അവരെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒപ്പം അവൾക്ക് വേണ്ടി സാരിയിലേക്കൊക്കെ മാച്ചായി അണിയാവുന്ന ഒരു വലിയ ജിമിക്കും വാങ്ങിച്ചു. ശേഷം ശിവ പറഞ്ഞതുപോലെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു വരും മുമ്പേ അവൾ തന്നെ അതിൻ്റെ ബില്ലും പേ ചെയ്തു. ശിവേട്ടൻ എപ്പോഴാ ഏട്ടാ വരുന്നേ? ജ്വല്ലറിയിൽ നിന്നിറങ്ങി പാറു സച്ചുവിനോടായി ചോദിച്ചതും യാമി ഒരു സംശയത്തോടെ അവളെ നോക്കി. അവൻ നേരെ ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിക്കോളും. സച്ചു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞതും യാമിയുടെ കണ്ണുകളൊന്ന് വിടർന്നുവെങ്കിലും തന്നോടവൻ വരില്ലെന്ന് പറഞ്ഞതോർത്ത മുഖം ഒന്ന് വീർക്കുകയും ചെയ്തു. ശിവ വരുന്നുണ്ടോ നമുക്കൊപ്പം? യാമി ഒരു സ്വകാര്യമായി പാറുവിൻ്റെ കാതോരം ചോദിച്ചു. പിന്നെ വരാതെ, വരും, ഏട്ടത്തിയോട് പറഞ്ഞില്ലേ? പാറു സംശയത്തോടെ യാമി നോക്കി ചോദിച്ചു. പറഞ്ഞിരുന്നു, പക്ഷെ ചിലപ്പോൾ ബിസിയാണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞു, അതാ ചോദിച്ചത്. പാറുവിന് മുന്നിൽ വരുന്ന കാര്യം തന്നോട് അവൻ പറഞ്ഞില്ലെന്ന് സമ്മതിച്ചു കൊടുക്കാൻ വല്ലായ്മ തോന്നിയവൾ ഒരു പരുങ്ങലോടെ അവളോട് പറഞ്ഞു. ആഹാ, തിരക്കാന്നും പറഞ്ഞ് വരാതിരുന്ന ഏട്ടൻ പോയി പിടിച്ചു വലിച്ചിങ്ങ് കൊണ്ടുവരില്ലേ? പാറു കാറിലേക്ക് കയറി ചൂടിയോടെ പറഞ്ഞു. യാമി അവളൊരു ചിരിയോടെ നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല. എന്നാലും ആ തെണ്ടിക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനങ്ങോട്ട് ചോദിച്ചിട്ടും കള്ളം പറഞ്ഞു. അവളൊരു പരിഭവത്തോടെ ഓർത്തു. പിന്നീട് ഷോപ്പിലെത്തി കുഞ്ഞുൾക്കുള്ള വിവാഹസാരി തിരയുമ്പോഴേക്കും ഏത് നിമിഷവും തങ്ങൾക്ക് അടുത്തേക്ക് വരുന്ന അവളുടെ പ്രിയപ്പെട്ടവനെ പ്രതീക്ഷയോടെ തേടുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ശിവയേക്കാൾ മുന്നേ അങ്ങോട്ട് വന്നത് രാജശേഖരനായിരുന്നു. വെള്ള മുണ്ടും ഷർട്ടും ഇട്ട് അത്രയും പ്രൗഢമായി ഷോപ്പിലേക്ക് കയറി വന്ന അദ്ദേഹത്തെ കണ്ടതും ഷോപ്പിലെ ചിലരൊക്കെ ബഹുമാനത്തോടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ചെറിയൊരു ചിരിയോടെ ഗൗരവത്തോടെ സംസാരിച്ചു കൊണ്ടയാൾ കുഞ്ഞോളും യാമിയും സുഭദ്രാമയും ഒക്കെ ഉള്ളിടത്തേക്ക് വന്നു നിന്ന് കുഞ്ഞോളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എവിടെ സാരി? എടുത്തോ? ശേഖരൻ കുഞ്ഞോളെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. ഇല്ല, നോക്കിക്കൊണ്ടിരിക്ക. ദേ 2-3 ഇഷ്ടമായി മാറ്റിവെച്ചു. അച്ഛന് ഏതാ ഇഷ്ടമായത്? കുഞ്ഞോൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചോദിക്കെ അവളുടെ നോട്ടം അവളെ നോക്കി കുറച്ചപ്പുറം ഇരിക്കുന്ന സച്ചുവിലായിരുന്നു. അച്ഛന് സാരി ഒന്നും നോക്കാനറിയില്ല, നിങ്ങൾ തന്നെ നോക്കി ഏറ്റവും നല്ലത് തന്നെ എടുക്ക്. എല്ലാവർക്കും ഉള്ളതെടുക്കണം. തനു, അച്ഛനും അമ്മയ്ക്കും ഉള്ളത് കൂടെ വാങ്ങിക്കണം കേട്ടോ. ശേഖരൻ അത്രയും സ്നേഹത്തോടെ കുഞ്ഞോളോട് പറയുന്നതിനൊപ്പം തനുവിനെ നോക്കിക്കൂടെ പറഞ്ഞു. വിവാഹത്തിന് തേജസ് പങ്കെടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും തനുവിൻ്റെ അച്ഛൻ മനോജും അവളുടെ അമ്മയും പങ്കെടുക്കുമെന്ന് ഉറപ്പാണ്. അത്രയും ആത്മബന്ധമുള്ളൊരു കൂട്ടുകെട്ടാണ് ശേഖരനും മനോജും തമ്മിലുള്ളത്. ഞാൻ നോക്കുന്നുണ്ട് അച്ഛാ, തനു ഒരു ചിരിയോടെ പറഞ്ഞു. തൻ്റെ സഹോദരൻ്റെ ഭാഗത്താണ് തെറ്റിയെന്നും മനസ്സിലാക്കിയത് കൊണ്ടും അനിയുടെ ഉപദേശം കൊണ്ടും തനു മനഃപൂർവ്വം കഴിഞ്ഞതൊന്നും മനസ്സിൽ വയ്ക്കാതെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. മോളെടുത്തില്ലേ? നോക്ക്, ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്ക്. കുഞ്ഞുൾക്കും തനുവിനും നടുവിലായി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യാമിയൊന്ന് തലോടി പറഞ്ഞുകൊണ്ട് ശേഖരൻ ചെറു ചിരിയോടെ അഭിയും അനിയും അജും സച്ചുവും ഒക്കെ ഇരിക്കുന്നിടത്തേക്ക് തന്നെ ഇരുന്നു. അതും അനിക്കും സച്ചുവിനും നടുക്കായി. ശേഖരൻ അടുത്തു വന്നിരുന്നതും സച്ചു ഒന്ന് പരിഭ്രമിച്ചു പോയി. പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് മാറുന്നത് മോശമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ തെല്ലൊരു മടിയോടെ ശേഖരനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അവനെ നോക്കി നിന്ന കുഞ്ഞോളുടെ കണ്ണിൽ സച്ചുവും അച്ഛനും ഒരുമിച്ച് അത്രയും അടുത്തിരിക്കുന്നത് കാണെ അവന് മാത്രം മനസ്സിലാവുന്ന ഒരു കളിയാക്കി ചിരിയോടെ സച്ചുവിനെ നോക്കി അവൾ. എടുത്തു വച്ച സാരിയിൽ സച്ചുവിനടക്കം എല്ലാവർക്കും ഇഷ്ടമായി 2 സാരി സെലക്ട് ചെയ്ത് അത് ട്രയൽ ചെയ്ത് തുടങ്ങി കുഞ്ഞോൾ. മറ്റുള്ളവർ അവർക്ക് വേണ്ടതൊക്കെ തിരയുന്ന തിരക്കിൽ നിൽക്കുമ്പോൾ യാമി ഓർത്തത് ശേഖരൻ ഉള്ളത് കൊണ്ട് തന്നെ ശിവ ഇനി അങ്ങോട്ട് വരാതിരിക്കുമോ എന്നായിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് പതിയെ ശേഖരൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാമെന്ന് കരുതിയിരുന്ന സച്ചുവിൻ്റെ ഫോൺ പെട്ടെന്നാണ് റിങ് ചെയ്തത്. സച്ചു ശേഖരനെ ഒന്ന് നോക്കി വേഗം കോളെടുത്തു. അമ്മായിച്ചന് കൂട്ടിരിക്കാതെ ഇങ്ങോട്ട് വാടാ. കോളെടുത്തതും ശിവയുടെ സംസാരം സച്ചു കേൾക്കുന്നതിനൊപ്പം ശേഖരനും കേട്ടുപോയി. അത് കേട്ട് ശേഖരൻ ഭാവമാറ്റമൊന്നുമില്ലാതെ സച്ചുവിനെ ഒന്ന് നോക്കി. സച്ചു ഒരു പതർച്ചയോടെ ശേഖരനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു. പതുക്കെ പറയടത്തേണ്ടി, അങ്ങനെ കേട്ടു. സച്ചു ശബ്ദമടക്കി അവനോട് പറഞ്ഞു. അത് കേട്ടതും ഷോപ്പിലേക്ക് കയറി വന്നുകൊണ്ടിരുന്ന ശിവ ഒരു നോട്ടം അച്ഛനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ തന്നിൽ തന്നെയാണ് എന്ന് കണ്ടതും പതിവ് പോലെ അലസമായി നോട്ടം മാറ്റുകയും ചെയ്തു. ശിവേട്ടാ. അങ്ങോട്ടേക്ക് വന്ന ശിവയെ കണ്ടതും പാറു ഒരു വിളിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് യാമി അടക്കം ബാക്കി എല്ലാവരും അവനെ നോക്കിയത്. ഏട്ടനല്ലേ പറഞ്ഞേ അവനെ വിളിച്ചപ്പോൾ വരില്ലെന്ന് പറഞ്ഞോന്ന്, എന്നിട്ട് വന്നല്ലോ. അഭി ചെറിയൊരു ചിരിയോടെ അവനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ വരില്ലെന്ന് തന്നെയാടാ പറഞ്ഞത്. സച്ചു വിളിച്ചിട്ട് വന്നതാവും. ശിവയെ നോക്കിക്കൊണ്ട് തന്നെ അനി പറഞ്ഞു. അവൻ പെങ്ങടെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്ന ആങ്ങളെയല്ല,
ഒരേ ഒരു കൂട്ടുകാരൻ്റെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്ന ഫ്രണ്ടാണ്. അജു മറ്റെങ്ങോ നോക്കി ഒട്ടും താല്പര്യമില്ലാത്ത ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് യാമിയിലായിരുന്നു. കണ്ണിമ്മ ചിമ്മാതെ വല്ലാതെ പരവശമായൊരു ഭാവത്തിൽ അവനെ നോക്കി നിൽക്കുന്നവൾ. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്രയും പ്രണയമാണ്. ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത ഇവനോട് ഇത്രയ്ക്കൊക്കെ ഇഷ്ടം തോന്നാൻ ഇവൾക്ക് എന്താണിത്? അവൻ ഒരു ഈർഷ്യയോടെ ഓർത്തുപോയി. പിന്നെ അവൻ്റെ നോട്ടം അവൾ നോക്കുന്ന ശിവയുടെ നേർക്ക് നീണ്ടു. ഡാർക്ക് ബ്ലൂ കളർ കാഷ്വൽ പാൻറ്റും ഹാഷ് നിറത്തിൽ ലൂസായിട്ടുള്ളൊരു ഷർട്ടുമാണ് അവൻ്റെ വേഷം. ഉറച്ച ശരീരത്തിൽ തൊട്ട് തൊടാതെ കിടക്കുന്ന ഷർട്ട്, കയ്യിൽ ലെതർ ബാൻഡിൻ്റെ ഒരു വാച്ച്. ആർക്കു മുന്നിലും തലയെടുപ്പോടെ നിൽക്കുന്ന അവൻ്റെ ഭാവം. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കണ്ടതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ പോയി വേഷം മാറിയിട്ടായി വരുന്നതെന്ന് അജുന് പെട്ടെന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? ശിവയുടെ അടുത്തേക്ക് ചെന്ന പാറു നിറഞ്ഞ ചിരിയോടെ അവനോട് ചോദിച്ചതും ശിവ അവളുടെ താടിത്തുമ്പ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു നോക്കി കൊള്ളാമെന്ന് പറഞ്ഞു. കുറച്ചു മുമ്പ് തങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണത്തിൻ്റെ മാധുര്യത്തിൽ കുഞ്ഞൊരു നെഞ്ചിരിപ്പോടെ അവനെ നോക്കി നിന്നവളുടെ കണ്ണിൽ പെട്ടെന്നാണ് രാജശേഖരൻ്റെ നോട്ടം പതിഞ്ഞത്. പാറുവിനെ ചേർത്ത് പിടിച്ചത് എന്തൊക്കെയോ ചിരിയോടെ പറയുന്ന ശിവയെ ചെറിയൊരു ഇഷ്ടക്കേടോടെ നോക്കിക്കൊണ്ടാണ് ശേഖരൻ യാമിയെ നോക്കിയത്. ശിവയെ കണ്ടപ്പോഴുള്ള യാമിയുടെ കണ്ണുകളിലെ തിളക്കവും പിടപ്പുമൊക്കെ അവനോടുള്ള അവളുടെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ശേഖരനെ അസ്വസ്ഥമാക്കിയത് പാറുവിനോട് അടുത്ത് ഇടപഴകുന്ന ശിവയുടെ പെരുമാറ്റമായിരുന്നു. താലി കെട്ടിയ പെണ്ണിന് കൊടുക്കാത്ത സ്നേഹവും സ്ഥാനവും ഒക്കെ ആരോരുമില്ലാത്ത ആ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൂട്ടുകാരൻ്റെ പെങ്ങളോട് കാണിക്കുന്ന തൻ്റെ മകൻ്റെ ആ ചെയ്തികൾ അയാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. ശേഖരൻ തന്നെ നോക്കുന്നത് കണ്ടതും യാമി അടുത്ത നിമിഷം തന്നെ ശിവയിൽ നിന്നും നോട്ടം മാറ്റി തനിക്ക് മുന്നിൽ എടുത്തിട്ട് സാരികൾ നോക്കുന്നത് പോലെ ഭാവിച്ചു. ദേജു, ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, ഇവിടെ വെച്ച് നീ രുദ്രനോട് വെച്ച് കെട്ടാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് യാമിയെ ഉൾപ്പെടുത്തി. ശോഭാണെന്നൊന്നും അവൻ നോക്കില്ല. നീ പറയുന്നതിനുള്ള ദേഷ്യം അവൻ യാമിക്ക് നേരെ അവൻ തീർക്കുന്നത്. പാവം, ഇന്നലെ തന്നെ നമ്മൾ അവളെ വേദനിപ്പിച്ചു. ഇനി അത് പാടില്ല, കേട്ടല്ലോ? പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞോളും സച്ചുവിൻ്റെ അമ്മയും യാമിയും ഒക്കെ നിൽക്കുന്നിടത്തേക്ക് നടന്നു വരുന്ന ശിവയെ ഒന്ന് നോക്കി അബി അജുവിനോടായി പറഞ്ഞു. ഓ, ഞാൻ വാ തുറക്കുന്നില്ല, പോരെ? അജു തെല്ല് ദേഷ്യത്തോടെ അബിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അല്പം മാറിയിട്ടുള്ള സോഫയിലേക്കിരുന്നു. ഇതാണോ എടുത്തത്? സെലക്ട് ചെയ്ത സാരിയിൽ ഒന്നെടുത്തുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്ന കുഞ്ഞോളെ കാണി ശിവ ഒരു ചോദ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞോളൊരു ചിരിയോടെ അവനോട് മൂളിയതും അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. കൊള്ളാം. ഒരു ചിരിയോടെ, എന്നാൽ അലസമായിട്ടാണ് അവൻ്റെ സംസാരം. നീ എടുത്തില്ലേ? അവൻ പാറുവിനെ നോക്കി ചോദിച്ചു. ഇല്ല, ഏട്ടത്തിയുടെ അടുത്ത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് കരുതി, പാറു പറഞ്ഞു. അമ്മയോ? ശിവ ചോദ്യത്തോടെ അമ്മയെ നോക്കി. ഇല്ല ശിവ, ആദ്യം കുഞ്ഞോൾക്ക് എടുക്കാമെന്ന് കരുതി നിന്നതാ, ഇനി നോക്കണം, സുഭദ്രാമ്മ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അവൻ മെല്ലെയൊന്ന് മോളിക്കൊണ്ട് സച്ചുവിന് നേർക്ക് തിരിയുമ്പോൾ അറിയാതെ പോലും ഒരു നോട്ടം തനുവിന് പിന്നിൽ നിൽക്കുന്ന യാമിയിലേക്ക് ചെന്നെത്തിയില്ല. അത്രയും നേരം അവനെ ഒരു നോക്ക് കാണാൻ കൊതിയോടെ നിന്നവളുടെ ഹൃദയം വല്ലാത്തൊരു ശൂന്യതയാൽ നിറഞ്ഞുപോയി. ഏട്ടത്തി വാ, ഇനി നമുക്കുള്ളത് നോക്കാം. പാറു ആവേശത്തോടെ യാമിയെ പിടിച്ചുകൊണ്ട് അവൾക്കുള്ള ഡ്രസ്സ് നോക്കാനായി നടന്നു. തൊട്ടു മുൻപ് തന്നോട് അത്രയും ഇഷ്ടത്തോടെ സംസാരിച്ചവനാണോ ഇപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ പരിഗണിക്കാതെ ഈ നിൽക്കുന്നത് എന്നോർക്കെ അവളുടെ മനസ്സ് വല്ലാതെ നേറിപ്പുകഞ്ഞു. അതോ അവനോടുള്ള തൻ്റെ ഇഷ്ടം കാരണം അവന് തന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് തനിക്ക് വെറുതെ തോന്നുന്നതാണോ? യാമി വല്ലായ്മയോടെ ഓർത്തുപോയി. ശിവയും സച്ചുവും ഉള്ളത് കൊണ്ട് തന്നെ അബി യാമിയും പാറുവും നിൽക്കുന്നിടത്തേക്ക് പോയില്ല. അജുവും അനിയും അബിയും എല്ലാം അവർക്ക് വേണ്ടതൊക്കെ എടുക്കാനായി മുകൾ നിലയിലേക്ക് പോയതും ശിവയും സച്ചുവിനുള്ള വിവാഹ വസ്ത്രം തിരികെയായിരുന്നു. ശേഖരേട്ടൻ എടുക്കുന്നില്ലേ? മക്കളുടെ കൂടെ ചെല്ലെന്നേ. എല്ലാവരും അവർക്കുള്ള വസ്ത്രം എടുക്കുന്നത് കാണി സുഭദ്രാമ്മ ശേഖരൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് ഞാൻ എടുക്കുന്നുണ്ട്, നീ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. ആരുമില്ലെന്നൊരു തോന്നൽ അവൾക്ക് വരാതെ നോക്കേണ്ടത് നീയാ. നിന്റെ മോനെന്തായാലും അതിനെ തിരിഞ്ഞു നോക്കില്ല, ചെല്ല്. സച്ചും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒപ്പം നിറഞ്ഞ ചിരിയോടെ സംസാരിച്ച് നിൽക്കുന്നവനെ തെല്ല് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ശേഖരൻ പറഞ്ഞതും സുഭദ്രാമ്മ ശിവയൊന്ന് നോക്കി, പിന്നെ മെല്ലെ യാമിയെയും. പാറുവിനൊപ്പം നിന്ന് അവൾക്ക് വേണ്ടത് എന്തൊക്കെയോ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണവൾ. കുഞ്ഞോൾക്കൊപ്പം സച്ചുവും തനുവിനൊപ്പം മനിയും ഏറെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവൾ മാത്രം ഒരു പരാതിയുമില്ലാതെ മാറി നിൽക്കുന്നു. യാമിയുടെ ആ നിൽപ്പ് കാണെ അവരുടെ മുഖമാകെ വല്ലാതെയായി. സച്ചുവിന് വേണ്ട ഡ്രസ്സ് എടുത്തും സച്ചുവും കുഞ്ഞോളും ശിവയും കൂടെ യാമിയും പാറുവും നിൽക്കുന്നിടത്തേക്ക് വന്നു. പാറു ലെഹങ്കയാണ് നോക്കുന്നത്. ഒരു ലാവണ്ടർ കളർ ലെഹങ്കയിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയിട്ടുമുണ്ട്. പക്ഷെ അതിലും നല്ലതുണ്ടോ എന്ന് തിരയുകയാണ് അവൾ. എടുത്തില്ലേടി? സച്ചു ചോദ്യത്തോടെ അവൾക്ക് അടുത്തേക്ക് വന്നു. എടുത്തു, പക്ഷെ വേറെ നല്ലതുണ്ടോ എന്ന് നോക്കുക.
പാറു അവനെ നോക്കി ചിരിയോടെ പറഞ്ഞതും സച്ചും അവൾക്ക് വേണ്ടി ഡ്രസ്സ് തിരിഞ്ഞു. ദേ ആ സാൽമൺ കളർ എടുത്തേ. പാറുവിൻ്റെ അടുത്തായി നിന്ന ശിവ സെയിൽസ് ഗേളിനോടായി പറഞ്ഞതും അവൻ കാണിച്ചു കൊടുത്ത ഡ്രസ്സ് എടുത്ത് അവർക്ക് മുന്നിൽ നിവർത്തിയിട്ടു. ഇതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്. ശിവ ഒരു ചിരിയോടെ പാറുവിനോട് പറഞ്ഞതും പാറു വിടർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. അവൻ കാണിച്ച ആ ഡ്രസ്സ് എടുത്ത് ട്രയൽ റൂമിലേക്ക് കയറി. യാമി നോക്കാത്തത്. അവർക്കൊപ്പം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യാമിയെ നോക്കി കുഞ്ഞോൾ ചോദിച്ചതും ശിവയുടെ നോട്ടം അവളുടെ നേർക്ക് നീണ്ടു. നോക്കണം. യാമി ചെറിയൊരു ചിരിയോടെ മറ്റാരെയും നോക്കാതെ കുഞ്ഞോളെ നോക്കി അവളോട് മറുപടി പറഞ്ഞു. എന്നാ ഇഷ്ടമുള്ളത് പറ, അവരെടുത്ത് തരും. എങ്ങനെയാ, ലൈറ്റ് കളറാണോ അതോ ഡാർക്ക് കളറോ? യാമിക്ക് ചേരുന്ന ഡ്രസ്സ് തിരഞ്ഞുകൊണ്ട് കുഞ്ഞോൾ അവളോട് ചോദിച്ചു. എനിക്കിതൊന്നും വേണ്ട അൻവി, ഒരു സാരി മതി. യാമി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് അൻവിക്കരികിൽ നിന്നും മെല്ലെ സാരി സെലക്ഷനിലേക്ക് നടന്നു. ഏട്ടന് യാമയോടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? യാമയുടെ മുഖത്തെ നിസ്സംഗമായ ഭാവം കാണെ കുഞ്ഞോളൊരു പരിഭവത്തോടെ അരികെ നിൽക്കുന്ന ശിവയോട് ചോദിച്ചു. എന്തിന്? ശിവ അലസമായി മറ്റെങ്ങോ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത്രയ്ക്ക് മനസ്സലിവില്ലാത്തവനാണല്ലോടാ. ഭാര്യ എന്ന സ്നേഹമൊന്നും കാണിക്കണ്ട. നിന്റെ കൂടെ ഒരു റൂമിൽ കഴിയുന്നവളാണെന്ന് സൗഹൃദമെങ്കിലും കാണിച്ചൂടെ നിനക്ക്? സച്ചു അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. ശിവൻ മറുപടിയൊന്നും പറയാതെ യാമിയൊന്നും നോക്കി. അവിടെ സാരി സെലക്ഷനിൽ തനിച്ച് നിന്ന് അവൾക്ക് വേണ്ട സാരി തിരയുകയാണവൾ. ഈ ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാ സച്ചുവേട്ടാ. യാമയോട് ചില നേരത്ത് പറയുന്ന വർത്താനം കേട്ടാ സഹിക്കില്ല, അറിയോ? കുഞ്ഞോളൊരു സങ്കടത്തോടെ സച്ചുവിനെ നോക്കി പറഞ്ഞതും സച്ചു ശിവയെ ഒന്ന് കടുപ്പിച്ചു നോക്കി. എന്നെ നോക്കി നിൽക്കാതെ നിങ്ങൾ പോയി അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സ് നോക്ക്. ആ നോട്ടം കാണാൻ ശിവ അലസമായി പറഞ്ഞു. അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, നീ വാനു. സച്ചു ചെറിയൊരു ദേഷ്യത്തോടെ കുഞ്ഞോളെ വിളിച്ച് അവിടെ നിന്ന് പോയി. ആ ഓർക്കിഡ് കളർ സാരി യാമി സ്റ്റാഫിനെ നോക്കി ചൂണ്ടിക്കാണിച്ചതും അവരതെടുത്ത് അവൾക്ക് മുന്നിലേക്കിട്ടു. ഇതൊത്തിരി സിമ്പിളായിപ്പോയില്ലേ മോളെ, ഇത്തിരി കൂടെ നല്ലത് നോക്ക്. പട്ടുസാരി ഇഷ്ടമല്ലേ മോക്ക്? ഓർക്കിഡ് നിറത്തിലുള്ള ഒരു പ്ലെയിൻ സാരി എടുത്ത് തോളിലേക്ക് ചേർത്ത് വെക്കുന്നവളെ കാണാൻ സുഭദ്രാമ്മ അവൾക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഏയ് അതൊന്നും വേണ്ടമ്മ, ഇത് മതി. യാമി ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ സാരി തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചു. അമ്മ സാരി എടുത്തില്ലേ? തൻ്റെ തൊട്ട് പിന്നിൽ നിന്നും പെട്ടെന്ന് പ്രിയപ്പെട്ടൻ്റെ ആ ചോദ്യം കേൾക്കെ യാമി ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. നീ എന്നെ മാത്രമേ കാണുന്നുള്ളൂ ശിവ. മോളിവിടെ നിൽക്കുന്നത് നിന്റെ കണ്ണിന് കാണുന്നില്ലേ? അവളെന്തെങ്കിലും എടുത്തോ ഇല്ലയോ എന്ന് അന്വേഷിച്ചോ നീ? സുഭദ്രാമ അല്പം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും ശിവ തൻ്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന യാമിയൊന്ന് നോക്കി. അമ്മ എടുത്തോ ഇല്ലേ അത് പറ, ഞാൻ അതല്ലേ ചോദിച്ചത്. ശിവ അമ്മയോട് തെല്ലൊരു ചൊടിയോട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ആഞ്ഞതും യാമിയുടെ പുറം അവൻ്റെ നെഞ്ചോരം തൊട്ടുരുമി. യാമി വേഗം ഒരൽപ്പം മുന്നോട്ട് നീങ്ങി നിന്നവർക്കിടയിൽ വീണ്ടും അകലം സൃഷ്ടിച്ചു. നീ പൊക്കോ, എനിക്ക് സാരി എടുക്കാൻ എനിക്കറിയാം. അവൻ്റെ ചോദ്യം കേൾക്കെ സുഭദ്രാമ ദേഷ്യത്തോടെ പറഞ്ഞു. യാമി, നീ ഈ സാരിയാണോ എടുത്തത്? ഇതാണോ വിവാഹത്തിന്? വേറെ നോക്കിയില്ലേ? കുറച്ചപ്പുറം നിന്നിരുന്ന താൻ ഒരു ചോദ്യത്തോടെ യാമിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ശിവയും ഒരു നോട്ടം യാമിയുടെ കണ്ണിലെ സാരിയിലേക്ക് നോക്കിയത്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും വല്ലാതെ സിമ്പിളായൊരു സാരി. ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ പോലെ അവനും അത് കണ്ണിന് പിടിച്ചില്ല. ഇല്ല, എനിക്കിത് മതി. ഇതാവുമ്പോൾ എനിക്ക് കംഫേർട്ടാണ്. അടുത്തേക്ക് വന്ന തനുവിനോടായി യാമി ചെറു ചിരിയോടെ പറഞ്ഞു. ശിവ അപ്പോഴേക്കും അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൾക്ക് അടുത്ത് നിന്നുകൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള സാരി നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി അധികം നേരം തിരഞ്ഞെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടൊരു സാരി അവൻ അമ്മയ്ക്ക് നേരെ നീട്ടിയതും പരിഭവത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സുഭദ്രാമ ആ സാരി വാങ്ങി കയ്യിൽ പിടിച്ചു. ഇത് സരസുവിന്. മറ്റൊരു സാരി എടുത്ത് അതും അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. സുഭദ്രാമ യാമിയൊന്ന് നോക്കി. അവൾ അതൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ തനുവിനോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പച്ചിക്ക് എടുത്തോ? ഇല്ലല്ലോ. ശിവ വീണ്ടും സാരി തിരഞ്ഞു. ശേഷം ഒരു 3-4 സാരി എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പച്ചിക്കും മായക്കും പിന്നെ ആ പെണ്ണിനും. ശിവ അമ്മയെ നോക്കി കാര്യമായി പറഞ്ഞു. ഏത് പെണ്ണിന്? സുഭദ്രാമ ആളെ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. ലിയക്ക്. ശിവ അലസമായി പറഞ്ഞതും യാമിയുടെ ഒരു നോട്ടം അവന് നേർക്കറിയാതെ വന്നുപോയി. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റുകയും ചെയ്തു അവൾ. എന്നാൽ അമ്മയുടെ മോൻ യാമി മോൾക്ക് ഒന്നുകൂടെ എടുക്ക്. യാമി കേൾക്കാത്ത വിധം സുഭദ്രാമ അവനോട് കെഞ്ചി. നടക്കുന്ന കാര്യം പറയാമേ, അവൾക്ക് വേണമെങ്കിൽ അവളെടുക്കും. അല്ലെങ്കിൽ മരുമോളാണെന്ന സ്ഥാനം കൊടുത്ത് വീട്ടിൽ കയറ്റിയവരൊക്കെ ഇവിടെ തന്നെ ഇല്ലേ, എടുത്തു കൊടുക്കാൻ പറ. ശിവ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും യാമി മുഖം ചരിച്ചവനെ ഒന്ന് നോക്കി. ശിവ പക്ഷെ അവളെ നോക്കാനേ നിന്നില്ല. അത്രയും നേരം അവനെയും അവൻ്റെ പെരുമാറ്റവും മാത്രം അവനെ ശ്രദ്ധിച്ചു നിന്ന ശേഖരൻ ആ സംസാരം കേൾക്കെ വല്ലാത്തൊരു ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകൾ നിലയിലേക്ക് നടന്നു. അവിടെയാണ് അബിയും അനിയും അജുവും സച്ചും കുഞ്ഞോളും ഒക്കെ ഉള്ളത്.
അച്ഛൻ ദേഷ്യം പിടിച്ചു പോകുന്നത് കണ്ടതും ശിവ ഒരു വിജയച്ചിരിയോടെ അമ്മയൊന്ന് നോക്കി കണ്ണ് ചിമ്മി. നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുകയാണ് സുഭദ്രാമ്മ. യാമി വാ, നമുക്ക് മുകളിലേക്ക് പോകാം. ശിവയുടെ അഹങ്കാരം പിടിച്ച ആ പെരുമാറ്റം കണ്ട് ദേഷ്യം തോന്നിയ താനും യാമയെ വിളിക്കുന്നതിനൊപ്പം ശിവയെ നോക്കിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. മോള് വാ. സുഭദ്രാമ്മ അവളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. യാമി അമ്മയെ ഒന്ന് നോക്കി പിന്നെ അരികെ നിൽക്കുന്നവനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവർക്ക് പിന്നാലെ പോകാൻ ഒരുങ്ങിയതും ശിവ അവൾ കയ്യിൽ പിടിച്ച സാരി വാങ്ങി സെയിൽസ് സ്റ്റാഫിന് തിരികെ നൽകി. എനിക്കത് മതി. യാമി അവനെ ഒന്ന് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ആ സാരി തന്നെ തിരികെ എടുത്ത് കയ്യിൽ പിടിച്ചു. നിനക്കത് വേണ്ട. പറയുന്നതിനൊപ്പം ശിവയത് വീണ്ടും അവളുടെ കയ്യിൽ നിന്നും വാങ്ങി തിരികെ വെക്കാൻ ആഞ്ഞതും യാമി അത് വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചു. ഇത്രയും നേരം തന്നെ കണ്ടിട്ടേ ഇല്ലെന്നൊരു ഭാവത്തിൽ നിന്നവൻ അവിടെ ആരുമില്ലെന്ന് കണ്ടതും സംസാരിച്ചു വരെ. അങ്ങനെ ആരുമില്ലാത്തപ്പോൾ മാത്രം കാണിക്കുന്ന ഈ അടുപ്പം തനിക്ക് ആവശ്യമില്ലെന്നൊരു വാശിയോടെ അവൾ പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കിത് മതി. യാമി ചൊടിയോടെ ആ സാരി പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. അത് മാറ്റി വേറെ നോക്ക്. തർക്കിച്ച് നിൽക്കാൻ ടൈമില്ല, ഞാൻ പറഞ്ഞേക്കാം. ശിവ അവളെ പിടിച്ചു വെച്ച് ഗൗരവത്തോടെ പറഞ്ഞു. ടൈമുണ്ടാകില്ല. അവരാരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ അല്ലേ? യാമി അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേൾക്കെ ശിവയൊരു നിശ്വാസത്തോടെ കേച്ചുകൊണ്ട് കടിച്ച് അവളുടെ കണ്ണിലേക്ക് ഒറ്റുനോക്കി. ചേച്ചി, എനിക്കിത് മതി. പിന്നെ ഈ സാരിയുടെ ബില്ല് മാത്രം എൻ്റെ കയ്യിൽ തരണം. മറ്റുള്ള ഡ്രസ്സിൻ്റെ കൂടെ കൂട്ടേണ്ട. യാമി വല്ലാത്തൊരു പക്വതയോടെ സ്റ്റാഫിനെ നോക്കി പറഞ്ഞേൽപ്പിച്ചതും ആ സ്റ്റാഫ് ശിവയാണ് നോക്കിയത്. അവനാണെങ്കിൽ യാമിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാരി അവരെ ഏൽപ്പിച്ച് മുന്നിൽ നിൽക്കുന്നവനെ നോക്കാതെ യാമി അവനെ കടന്ന് മുന്നോട്ട് നടന്നു. അതേസമയം മുകളിലെ നിലയിൽ നിന്ന് യാമിയും ശിവയും എന്തോ പറഞ്ഞു തർക്കിക്കുന്നത് കണ്ട അജുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. യാമിയുടെ ആ പെരുമാറ്റം അത്രയും നേരം ഇല്ലാത്തൊരു ഗൗരവത്തോടെ ശിവയുടെ മുഖം കനത്തു. പിന്നീട് അങ്ങോട്ട് അവൻ അതേ ഗൗരവത്തോടെ തന്നെയാണ് അവിടെ നിന്നത്. എല്ലാവർക്കും വേണ്ടതൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതും പാറു യാമിയുടെ കൈ പിടിച്ച് ശിവയുടെ കാറിലാണ് കയറിയത്. താൻ അവർക്കൊപ്പം വരാമെന്നവൾ എത്ര പറഞ്ഞിട്ടും പാറു നിർബന്ധിച്ച് അവൾ കാറിലേക്ക് കയറ്റി. ഷോപ്പിൽ വന്നത് മുതൽ ഇപ്പോൾ യാമിയെ കൂട്ടി ശിവയോടൊപ്പം കാറിലേക്ക് കയറുന്നത് വരെ ശേഖരൻ്റെ കണ്ണുകൾ ഒരു ഇഷ്ടക്കേടോടെ പാറുവിനെ നോക്കി കാണുകയായിരുന്നു. പിന്നെ വല്ലാത്തൊരു ദേഷ്യത്തോടെ സുഭദ്രാമ്മയെ ഒന്ന് നോക്കി. അയാളുടെ കാർ അവിടെ നിന്ന് നീങ്ങി. യാമി രുദ്രനൊപ്പമാണോ വരുന്നത്? പാറുവിനൊപ്പം ശിവയുടെ കാറിൽ കയറിയ യാമിയെ കാണാബി അവളോട് അടുത്തേക്ക് വന്ന് ചോദിച്ചു. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ കാറിൽ കയറിയേ? മനസ്സിലാക്കിക്കൂടെ? യാമി മറിപറി പറയും മുന്നേ പാറു ഒരു ചൊടിയോടെ അവനോട് ചോദിച്ചു. അവളുടെ ദേഷ്യം കാണെ അബി അവളുടെ തലയ്ക്കിട്ടൊരു തട്ട് കൊടുത്തുകൊണ്ട് യാമിയുടെ മറുപടിക്കായി അവളെ നോക്കി. പാറുവിന് ചെരുപ്പ് നോക്കണം അബേട്ടാ. അതാ, ഞാൻ ഇതിൽ വരാം. യാമി നേർത്തൊരു ചിരിയോടെ അവനെ നോക്കി യാമി പറഞ്ഞതും അത് കേട്ടതും അബി ഒരു തലയാട്ടലോടെ അവൻ്റെ കാറിനരികിലേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞാണ് ഷോപ്പിൽ നിന്നും ശിവ ഇറങ്ങി വന്നത്. ബാക്ക് സീറ്റിൽ കയറിയിരിക്കുന്ന യാമിയും പാറുവിനെയും ഒന്ന് നോക്കിക്കൊണ്ടവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. സച്ചുവും കുഞ്ഞോളും അവൻ്റെ അച്ഛനും അമ്മയും മറ്റൊരു കാറിൽ കയറിയിരുന്നു. ഏട്ടാ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടേ, അത് കഴിഞ്ഞേ വരൂ. പാറു കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ സച്ചുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു. ആ ശരി, ഒത്തിരി വൈകാൻ നിൽക്കണ്ട. സച്ചു അവരെ നോക്കി പറഞ്ഞുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അതിന് പിന്നാലെ തന്നെ അബിയുടെയും മനയുടെയും കാർ മുന്നോട്ട് നീങ്ങി. ശിവേട്ട, ആ ഫെഡറൽ ബാങ്കിന് നേരെ മുന്നിലുള്ള ഷോപ്പിലേക്കാണേ പോണ്ടത്. പാറു സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞതും ശിവയുടെ നോട്ടം ചെന്ന് അവൾക്ക് അടുത്തിരിക്കുന്ന യാമിയിലേക്കാണ്. അവളും അവനെ തന്നെയായിരുന്നു അപ്പോൾ നോക്കിയിരുന്നത്. ശിവ കാർ മെല്ലെ മുന്നോട്ടെടുത്ത് പാറു പറഞ്ഞ ഷോപ്പിന് മുന്നിലേക്ക് നിർത്തി. യാമിയെ കൂട്ടി ഏറെ സന്തോഷത്തോടെയാണ് പാറുവിൻ്റെ നടപ്പ്. കാർ പാർക്ക് ചെയ്ത് അവർക്ക് പിന്നാലെ വന്നവൻ അവരുടെ അടുത്തെത്തിയതും പാറു കാണാതെ യാമിയുടെ ഇടുപ്പിലൊരു നുള്ളിക്കൊണ്ട് അവരെ കടന്ന് ഷോപ്പിലേക്ക് കയറി. പെട്ടെന്നുണ്ടായൊരു നോവിൽ കണ്ണുകൾ ഇറുക്കെ പൂട്ടിപ്പോയവൾ അതേ നിമിഷം തന്നെ മുന്നിൽ നടന്നു പോകുന്നതിനെ നോക്കി പേടിപ്പിച്ചു. ഷോപ്പിലേക്ക് കയറിയതും പാറു അവൾക്ക് ഇഷ്ടമായ ചെരുപ്പ് ഓരോന്നും തിരഞ്ഞുകൊണ്ടിരിക്കെ യാമി അവൾക്ക് വേണ്ടതും നോക്കി. ഇതെങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? ആ ചെരുപ്പ് കാലിൽ ഇട്ടുകൊണ്ട് പാറു യാമിയും ശിവയും നോക്കി ചോദിച്ചു. നല്ലതാ, അതെടുത്തോ. യാമി ഒരു ചിരിയോടെ പാറുവിനോട് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇഷ്ടമായ ഒരു ചെരുപ്പെടുത്തു. ഹീൽസ് അല്പം കൂടുതലാണെങ്കിലും യാമിക്ക് ചെരുപ്പ് ഒത്തിരി ഇഷ്ടമായി. അവളത് കയ്യിൽ പിടിച്ചുകൊണ്ട് അരികെ നിൽക്കുന്നവനെന്ന് നോക്കിയതും അവനും അവളെ നോക്കി നിൽപ്പായിരുന്നു. കൊള്ളാം, ഇട്ടു നോക്ക്. ആ നോട്ടം എന്തിനാണെന്ന് അറിഞ്ഞ പോലെ അവൻ അവളോട് പറഞ്ഞു. അത് നീ പറയണ്ട, എനിക്കറിയാം നല്ലതാണെന്ന്. യാമി പാറു കേൾക്കാത്ത വിധം അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആ ചെരുപ്പിട്ട് നോക്കാനായി ഒരു സ്റ്റൂളിലേക്ക് ഇരുന്നു. ആ ചെരുപ്പിട്ട് തുടങ്ങിയതും അവളെ മാത്രം നോക്കി നിന്നവൻ്റെ കണ്ണുകൾ ആ ഭംഗിയുള്ള കാൽപാദത്തിലായിരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഭാര്യയെ? അവനൊരു ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പോടാ,
മറ്റാരും കാണാത്ത വിധം അവനെ നോക്കി ശബ്ദമില്ലാതെ ചുണ്ടനക്കി. ഇങ്ങോട്ട് കാണിക്ക്, ഞാൻ ഇട്ടു തരാം. ശിവ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾക്കരികിലേക്കിരുന്ന് ചെരുപ്പെടുത്ത് അവളുടെ കാലിൽ ഇട്ട് കൊടുത്തതും കുറച്ചപ്പുറമായി നിന്നിരുന്ന പാറു ആ കാഴ്ച കണ്ട് കുഞ്ഞൊരു ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു. ഞാൻ ഇട്ടോളം ശിവ, നീ വിട്ടേ, യാമി വല്ലായ്മയോടെ അവനോട് പറഞ്ഞു. അടങ്ങിയിരുന്നേ, ഇല്ല ഈ കാല് പിടിച്ച് എഴുന്നേൽപ്പിക്കും ഞാൻ, പറഞ്ഞേക്കാം. ശിവ ഒരു ഭീഷണിയോടെ പറഞ്ഞതും പറഞ്ഞ സ്ഥിതിക്ക് അവൻ അങ്ങനെ ചെയ്തേക്കുമെന്ന് ഭയന്ന് അവൾ അടങ്ങിയിരുന്നു. നടന്നു നോക്ക്. ചെരുപ്പിട്ട് കൊടുത്ത് എഴുന്നേറ്റ് കൊണ്ടവൻ പറഞ്ഞതും യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു കുറച്ചു നേരം. എണീറ്റ് നടന്നു നോക്കടി മാമി. കുറച്ചു മുമ്പുണ്ടായിരുന്ന ആ പരിഭവത്തിലാണ് അവളുടെ ആ നോട്ടമെന്നും മനസ്സിലാക്കിയവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പാറുവിൻ്റെ കണ്ണിൽ ആ നിമിഷം അവർ രണ്ടുപേരും പരസ്പരം വല്ലാത്ത സ്നേഹമാണ് എന്നൊരു തോന്നലിലായിരുന്നു. കാരണം ശിവ ഇങ്ങനെയൊന്നും ആരോടും അടുത്തിടപഴകുന്നത് അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ യാമി മെല്ലെ ഒന്ന് നടന്നു നോക്കി. 1-2 അടി വെച്ചതും പിന്നെ ആ പേടി വിട്ട് കുറച്ചധികം ദൂരം നടന്നു നോക്കി. ആ ചെരുപ്പ് തന്നെ വാങ്ങിച്ചു. കാശ് ഞാൻ കൊടുത്തോളാം. ശിവ അവൻ്റെ കാർഡ് കൊടുക്കുന്നത് കണ്ടതും യാമി വീർത്ത മുഖത്തോടെ അവനോട് പറഞ്ഞു. ഓ സാരില്ല, റൂം റെൻ്റ് തരുമ്പോൾ അതിൽ കൂട്ടി അങ്ങ് തന്നാൽ മതി. ശിവ അവളുടെ കാതോര മുഖം അടുപ്പിച്ച് പാറു കേൾക്കാതെ രഹസ്യമായി പറഞ്ഞു. താൻ കേൾക്കാതെയുള്ള രണ്ടുപേരുടെയും അടക്കം പറച്ചിലൊക്കെ കാണെ അതൊക്കെ അവരുടെ പ്രണയ സല്ലാപങ്ങളാണെന്ന് കരുതിയ പാറുവിൻ്റെ മുഖം നാണത്തിൽ ചുവന്നുപോയി. യാമി വീർത്ത മുഖത്തോടെ അവനെ നോക്കിക്കൊണ്ട് തിരികെ കാറിലേക്ക് കയറിയിരുന്നു. ഏട്ടത്തി മുന്നിൽ കയറിക്കോ. ബാക്ക് സീറ്റിലേക്ക് തന്നെ കയറിയ യാമി കാണെ പാറു പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി, നീ വാ. യാമി ഒരു ചിരിയോടെ അവളെ വിളിച്ചു. യാമി അങ്ങനെ പറഞ്ഞതും പാറു അത് മതി എന്നൊരു ചോദ്യത്തോടെ ശിവയെ നോക്കി. അവനത് മതി എന്ന പോലെ അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ആദ്യം പാറുവിനെ വീട്ടിൽ ഇറക്കിയതിന് ശേഷമാണ് ശിവയും യാമിയും വീട്ടിലേക്ക് വന്നത്. പിണക്കം മാറാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ ഫ്രണ്ട് മിററിലൂടെ എണ്ണമില്ലാത്ത അത്രയും തവണ അവൻ്റെ കണ്ണുകൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയതും ശിവയ്ക്ക് മുന്നേ തന്നെ യാമി അവളുടെ സാരിയും ചെരുപ്പും വാങ്ങിയ കവർ എടുത്ത് അകത്തേക്ക് നടന്നു. തന്നെ ഒന്നും നോക്കാതെ മിണ്ടാതെ പോകുന്നവളെ നോക്കി ഒരു ചിരിയോടെ അവനും പിന്നാലെ അകത്തേക്ക് കയറി. രണ്ടുപേരും നേരിട്ട് അവരുടെ റൂമിലേക്കാണ് പോയത്. ലോകത്തുള്ള എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാം, എന്നെ മാത്രം നിനക്ക് കണ്ണ് കാണില്ല അല്ലേ? റൂമിലേക്ക് കയറിയതും കയ്യിലുണ്ടായിരുന്ന ഷോപ്പിംഗ് ബാഗ് കബോർഡിനകത്തേക്ക് വെച്ച് കൊണ്ടവൾ പിറുപിറുത്തു. അത് കേട്ടുകൊണ്ടാണ് ശിവ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തത്. അല്ലേലും എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാൻ ഞാൻ നിൻ്റെ ആരാ അല്ലേ? യാമി പരിഭവത്തോടെ അവനെ നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചതും ശിവ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ ബെഡിലേക്കിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ചു തുടങ്ങി. നോക്കിക്കോ, ഇനി നീ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് അങ്ങനെ ഞാനും പെരുമാറും, യാമി വാശിയോടെ അവനോട് പറഞ്ഞു. മതി, ഞാൻ എങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത് അങ്ങനെ തന്നെ എൻ്റെ മോള് തിരിച്ചിങ്ങോട്ട് പെരുമാറിയാൽ മതി. ഇപ്പോൾ ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കാൻ എന്താ കാരണം? ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തില്ല എന്നല്ലേ? ഞാൻ എടുക്കാൻ നിന്നപ്പോൾ നീ തന്നെയല്ലേ വേണ്ടെന്ന് പറഞ്ഞു പോയത് അല്ലേ? ശിവ ഷർട്ട് അയച്ച് അവളുടെ തോളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ചോദിച്ചു. യാമി വീർത്ത മുഖത്തോടെ അവനെ നോക്കി ആ ഷർട്ട് അവൻ്റെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. ശിവ അവളെ നോക്കിക്കൊണ്ട് കുറച്ച് നേരത്തെ ബെഡിലേക്കിട്ട കവർ എടുത്ത് മെല്ലെ യാമിക്ക് അടുത്തേക്ക് വന്നു. എൻ്റെ മാത്രം സെലക്ഷനാ, മാമിക്ക് പറ്റുമെങ്കിൽ വിവാഹത്തിന് തൊടുക്ക്, ഇനി പറ്റില്ലെന്നാണെങ്കിൽ ഒരു നിർബന്ധമില്ല, കൊടുക്കണ്ട. ആ കവർ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അവളുടെ കണ്ണിലേക്ക് നോക്കി സൗമ്യമായി പറഞ്ഞതും അവൻ കാരണം എന്തൊക്കെ നൊമ്പരം ഉള്ളിലുണ്ടായിട്ടും തെല്ലുമേ വെറുക്കാനാവുന്നില്ലല്ലോ എന്നൊരു തളർച്ചയോടെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ നിന്നുപോയി. പക്ഷേ ഭർത്താവ് ആദ്യമായി ഒരു സാരി വാങ്ങി തന്നിട്ട് അത് ഉടുക്കാതിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ഭാര്യയുടെ സ്വഭാവമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. തന്നെ നോക്കി നിൽക്കുന്നവളുടെ കാതോരം മുഖം ചേർത്ത് കൊണ്ടവൻ പറഞ്ഞതും തനിക്ക് അവനില്ലാതെ ജീവിക്കാനാവില്ലെന്നൊരു വിങ്ങൽ യാമിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ചിറക്കൽ വീട്ടിലെ മുറ്റത്ത് കൊട്ടാരം പോലെ ഉയർന്നു പൊന്തിയ വിവാഹ പന്തലിൽ വലിയ ഉച്ചത്തിൽ പാട്ട് മുഴങ്ങിക്കേട്ടു. തൻ്റെ മകൾക്ക് താൻ കാരണം നഷ്ടമായ എല്ലാ സന്തോഷവും തന്നെ കൊണ്ടാവും പോലെ തിരികെ നൽകുകയാണ് രാജശേഖരൻ. ഈയൊരു രാത്രി കൂടെ കഴിഞ്ഞ് നാളെയാണ് സച്ചുവിൻ്റെയും അൻവിയുടെയും വിവാഹം. ചിറക്കിയ വീട്ടിൽ എല്ലാവരും അത്രയും സന്തോഷത്തോടെ ഈ ദിവസം ആഘോഷിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചു വന്ന ബന്ധുക്കളാലും നാട്ടുകാരാലും ഇന്ന് തന്നെ പന്തൽ നിറഞ്ഞിരിക്കുന്നു. ആർഭാടമായി അലങ്കരിച്ച പന്തലിൽ ആരവത്തിൽ മുഴങ്ങുന്ന പാട്ടുകൾക്കൊപ്പം ആടിപ്പാടി ആ രാത്രി ആഘോഷമാക്കി ശിവ സ്റ്റേജിന് മുകളിൽ തന്നെയുണ്ട്. അവൻ മാത്രമല്ല, അഭിയും അനിയും തനുവും പാറുവും മായയും അടക്കം എല്ലാവരും ഉണ്ട്. പാട്ടിനൊത്ത് താളത്തിൽ ചുവട് വയ്ക്കുന്നവൻ്റെ കണ്ണുകൾ ഇടയ്ക്കെപ്പോഴോ പന്തലിൽ അങ്ങ് ദൂരെ ലിയക്കൊപ്പം ഒരു ചിരിയോടെ കൈകൊട്ടിയിരിക്കുന്ന യാമിൽ ചെന്നെത്തി. ആഡംബരമായി ഒരുങ്ങിയ ഒത്തിരി പേർക്കൊപ്പം ഒട്ടുമേ ആഡംബരമില്ലാതെ ഒരുവൾ.
വൈറ്റ് നിറത്തിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പിനൊപ്പം ലൈറ്റ് പീച്ച് നിറത്തിലുള്ള ഓർഗാൻസ ഷോളും ആണ് അവളുടെ വേഷം. ഈയിടെയായി അവളെ ഒരു നോക്ക് കാണുന്ന കാഴ്ചയിൽ തന്നെ തൻ്റെ ഹൃദയത്തെ അപ്പാടെ പിടിച്ചുലയ്ക്കാൻ തക്ക എന്തോ ഒന്ന് അവൾ തന്നിൽ നിന്നും കൈവശപ്പെടുത്തിയതുപോലെ ഒരു തോന്നലാണ്. കണ്ണെത്തും ദൂരത്ത് അവൾ ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ ഏറ്റവും പ്രിയം അവൾ മാത്രമായി മാറുന്നു. തൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തിനും വാശിക്കും ഒക്കെ മുകളിൽ ആ പെണ്ണിന് പ്രിയപ്പെട്ടവളായി മാറി തുടങ്ങുന്ന നിമിഷം. കുഞ്ഞോൾക്കും സച്ചുനും ചുറ്റും നിന്ന് അവരുടെ സന്തോഷത്തിൽ അവർക്കൊപ്പം അത്രയും സന്തോഷത്തോടെ ചുവട് വയ്ക്കുമ്പോൾ പലപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ ആഘോഷത്തിലൊന്നുമില്ലാതെ മാറിയിരിക്കുന്ന യാമിയെ നോക്കിക്കൊണ്ടിരുന്നു. സർ ഇങ്ങനെയൊക്കെ ചിരിച്ചു കാണുന്നത് തന്നെ വല്ലപ്പോഴും ആണല്ലേ. ശിവയും അബിയും മനിയും തനുവും മായയും ഒക്കെ ഡാൻസ് കളിക്കുന്നത് നോക്കി ഒരു ചിരിയോടെ ഇരിക്കുകയായിരുന്ന യാമിയോട് ലിയ പെട്ടെന്ന് ചോദിച്ചതും യാമി അവരിൽ നിന്നും നോട്ടം മാറ്റി ലിയയും നോക്കി. അല്ല, ഓഫീസിലും അല്ലാത്തപ്പോഴുമൊക്കെ സർ ഭയങ്കര സ്ട്രിക്റ്റാ. ഒരാളോട് പോലും സോഫ്റ്റായിട്ടൊന്നും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തിന്, മായ മാഡത്തിനോട് പോലും റഫായിട്ടാണ് സംസാരിക്കുക. ലിയ യാമയുടെ കണ്ണിലേക്ക് നോക്കി പതുങ്ങിയൊരു സ്വരത്തിൽ പറഞ്ഞതും യാമ അവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. മാമിനറിയോ, സാറിൻ്റെ ആ പെരുമാറ്റം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സാറിൻ്റെ വൈഫിനോട് എങ്ങനെയാവും പെരുമാറുന്നതെന്ന്. ലിയ ഒരു തമാശ പറയും പോലെ കുഞ്ഞൊരു ചിരിയോടെ യാമയെ നോക്കി പറഞ്ഞു. ലിയ എന്നെ യാമയെന്ന് തന്നെ വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം. ലിയയുടെ നോക്കിലും വാക്കിലും തന്നിൽ നിന്ന് എന്തോ അറിയാനുള്ളൊരു വെമ്പലെന്ന് തോന്നിയ യാമി അതേ ചിരിയോടെ അവളോട് പറഞ്ഞു. ഏയ്, അത് വേണ്ട. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലെങ്കിലും യാമി ഇപ്പോൾ സാറിൻ്റെ വൈഫല്ലേ, അപ്പോൾ എനിക്ക് മാം തന്നെയാണ്. ലിയ ചെറിയൊരു പതർച്ചയോടെ പറഞ്ഞതും യാമി അവളെ നോക്കിയൊന്ന് മന്ദഹസിച്ചു പോയി. സർ മാമിനെ ഇതുവരെ വൈഫായി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഒത്തിരി നേരം ചോദിക്കണോ വേണ്ടേന്നൊരു വല്ലായ്മയിൽ നിന്നെങ്കിലും ഏറെ തയക്കത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ യാമിയുടെ ഹൃദയം തന്നെ വിങ്ങിപ്പോയി. ഒരു പുഞ്ചിരിയുടെ മറയുടെ മറുപടിയൊന്നും പറയാതെ ലിയയ്ക്ക് മുന്നിൽ ഇരുന്നുവെങ്കിലും നെഞ്ചിനുള്ളാകെ നേറി പുകയുന്നുണ്ടായിരുന്നു. യാമി, പെട്ടെന്നാണ് സ്റ്റേജിൽ നിന്നും അബി അവളെ ഉറക്കെ വിളിച്ചത്. യാമി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അങ്ങോട്ടേക്ക് നോക്കി. വാ, നിറഞ്ഞ ചിരിയോടെ അവൻ അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു. യാമി അവനെ നോക്കി ചിരിയോടെ ഇല്ലെന്ന് തലയനക്കി. വാ, അബി പിന്നെയും ഏറെ സ്നേഹത്തോടെ വിളിച്ചു. യാമി പുഞ്ചിരിയോടെ തന്നെ ഇല്ലെന്ന് തലയാട്ടുമ്പോൾ അബിക്ക് പിന്നിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നോട്ടം അവൾ കാണുന്നുണ്ടായിരുന്നു. ചെല്ലുമോളെ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? രാജശേഖരൻ്റെ സഹോദരി ദേവായനി അവൾക്കടുത്തേക്ക് വന്ന് യാമിയെ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ഏയ്, എനിക്ക് ഡാൻസൊന്നും അറിയില്ല, അതാ. അവരെ കണ്ടതും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റൊരു ബഹുമാനം കലർന്നൊരു ചിരിയോടെ യാമി പറഞ്ഞു. ദേവായനി അവളെ ചെറു ചിരിയോടെ നോക്കി നിന്നു. എന്നാ വാ, നമുക്ക് കഴിക്കാനിരിക്കാം. ലിയയും വാ, അവർ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. യാമിക്കാകെ ഒരു വല്ലായ്മയായി എന്ന്. ദേവായനിയെ കണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്നല്ലാതെ തന്നോട് ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടെ ഒരു പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. യാമിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ദേവായനി അവളുടെ കൈ പിടിച്ച് ഭക്ഷണം കഴിക്കാനായി നടന്നു. അവർക്കൊപ്പം തന്നെ ലിയയും ചെന്നു. ആ ദേവു, നീ കഴിച്ചില്ലല്ലോ, അങ്ങോട്ടേക്ക് ചെല്ല്. സുഭദ്രാമൻ ധൃതിയിൽ എങ്ങോട്ടേക്കോ പോകാൻ നിൽക്കെ യാമിയും ദേവായനിയും കണ്ടതും ദേവായനിയെ നോക്കി പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ മുന്നോട്ട് നടന്നു. അപ്പച്ചി കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. യാമി അവരെ നോക്കി വല്ലായ്മയോടെ പറഞ്ഞു നോക്കി. അതെന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത്? കഴിക്കാൻ സമയമായല്ലോ, വായിരിക്ക്. ദേവായനി അവളെ നിർബന്ധപൂർവ്വം കഴിക്കാൻ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. യാമിക്ക് അടുത്തായി തന്നെ ലിയയും ഇരുന്നു. അവിടെയുള്ള ഒത്തിരി ആളുകൾ ദേവായനിയെ കണ്ട് അവർക്കടുത്തേക്ക് വിശേഷം തിരക്കി വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ആ തിരക്കിനിടയിലും അവർ യാമിയുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു. ആ, അമ്മ ഞങ്ങളില്ലാതെ കഴിക്കാനിരുന്നോ? ഡാൻസ് കളിച്ച് തളർന്നൊരു കിതപ്പോടെ അവർക്ക് അടുത്തേക്ക് വന്ന മായ അമ്മയെ നോക്കി ചോദിച്ചു. ആ, അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ആട്ടവും പാട്ടവും ഒക്കെ എപ്പോൾ കഴിയുമെന്ന് കരുതിയിട്ടാ അല്ലേ മോളെ? അവരൊരു ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞതും യാമി ചിരിയോടെ മായയൊന്ന് നോക്കി അവൾക്കടുത്തിരിക്കാനുള്ള കസേര നീക്കിയിട്ട് കൊടുത്തു. രുദ്രൻ എവിടെ? അവൻ്റെ ആഘോഷം കഴിഞ്ഞില്ലേ? കഴിക്കാനിരുന്നോ? ദേവാനി സ്റ്റേജിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ കുഞ്ഞോൾക്കൊപ്പം ഇരുന്നിട്ടുണ്ട്. മായ അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവൾക്ക് കഴിക്കാനുള്ളതെടുത്തു. ദേവായനിയുടെ കണ്ണുകൾ ശിവയെ തിരിഞ്ഞതുപോലെ തന്നെ യാമയുടെ കണ്ണുകളും മെല്ലെ അവനെ തിരിഞ്ഞു. കുറെ നോക്കിയതും കണ്ടു. മായ പറഞ്ഞതുപോലെ കുറച്ചു ദൂരെ സച്ചനും കുഞ്ഞോൾക്കും പാറുവിനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ. എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവരുടെ കഴിപ്പ്. കുഞ്ഞോളും സച്ചും സന്തോഷിക്കുന്നത് പോലെ തന്നെ അവനും ഇന്ന് ഏറെ സന്തോഷത്തിലാണെന്ന് തോന്നി യാമിക്ക്. ആഹാ, യാമി നമ്മളെയൊന്നും വിളിക്കാതെ കഴിക്കാനിരുന്നല്ലേ? ശിവയെ നോക്കിയിരിക്കെ പെട്ടെന്നാണ് അഭി വന്ന് അവളുടെ പുറത്തൊന്ന് തട്ടിക്കൊണ്ട് ചോദിക്കുന്നത്. യാമി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അതിന് അഭിയേട്ടൻ അവിടെ ഡാൻസ് കളിക്കുന്ന തിരക്കിലല്ലായിരുന്നോ? അതാ.
അബിയാണെന്ന് കണ്ടതും യാമി ചിരിയോട് അവനോട് പറഞ്ഞു. അതൊന്നും ഇല്ലാതെ എന്താഘോഷമാണ് എൻ്റെ യാമി. ഇങ്ങനെ ആടാനും പാടാനും ഒക്കെ ഒന്നും അവസരം കിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന അവസരം രുദ്രനെ പോലെ മാക്സിമം ആഘോഷിക്കണം അല്ലേ അപ്പച്ചി? അബി അവളുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് തന്നെ ചിരിയോടെ അപ്പച്ചിയെ നോക്കി ചോദിച്ചു. അത് കാര്യം. പക്ഷെ ഇവരൊക്കെ എത്രത്തോളം ആഘോഷമാക്കിയാലും എൻ്റെ രുദ്രൻ്റെ അടുത്തെത്തില്ല കേട്ടോ മോളെ. കുടുംബത്തിൽ ഏത് പരിപാടിയാണെങ്കിലും അവനൊരാളുണ്ടായാൽ മതി അവിടെ ആരവം കൂട്ടാൻ. ദേവാനി ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞു. അല്ലെങ്കിലും അപ്പച്ചിക്ക് എപ്പോഴും രുദ്രനോടാ കാര്യം. അബിക്ക് പിന്നിലുണ്ടായിരുന്ന അജു ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നോടുള്ള സ്നേഹത്തിനേക്കാൾ സ്നേഹം അവന് എന്നോടില്ലേ? ഇല്ലടാ. ദേവാനി ഒരു ചോദ്യത്തോടെ അബിയെ നോക്കി ചോദിച്ചു. ഉണ്ട്. അബി ഒരു ചിരിയോടെ അത് സമ്മതിച്ചു കൊടുത്തു. ആ അപ്പം ഒരു സ്നേഹം എനിക്ക് അവനോടും കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ, അവർ അജുവിനെ നോക്കി പറഞ്ഞു. യാമ എന്താ ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞേ? വയ്യേ? സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് വരാതിരുന്നത് എന്താണെന്നൊരു ചോദ്യത്തോടെ അബി അവളെ നോക്കി. ഏയ് ഒന്നുമില്ല. യാമ വല്ലായ്മയോടെ ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ കഴിക്കുന്നില്ലേടാ, ഇവിടെ ഇരിക്കുന്നോ? അപ്പച്ചി അവരോടായി ചോദിച്ചു. ഏയ് ഇല്ല, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ അവിടെ ഇരുന്നോളാം, നിങ്ങൾ കഴിക്ക്. അബി ചിരിയോടെ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. ശരിയാണ്, അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അതും ഇങ്ങോട്ട് നോക്കി. എന്നാ ചെല്ല്, പോയി കഴിച്ചിട്ട് വാ, നേരം ഒത്തിരി ആയില്ലേ. അപ്പച്ചി അവരെ നോക്കി പറഞ്ഞതും അബി യാമിയൊന്ന് നോക്കി തലയാട്ടി. ഒപ്പം മായയുടെ തലയിൽ മെല്ലെ ഒന്ന് താളമിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. അവരങ്ങോട്ടേക്ക് നടന്നതും യാമി മെല്ലെ അവളുടെ പ്ലേറ്റിൽ വിളമ്പിയ ഭക്ഷണം കഴിച്ചു തുടങ്ങി. എന്നാൽ 1-2 പിടി കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. ആരാണെന്ന് നോക്കിയതും താര എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞത് കാണി യാമി ഒരു ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോരം വെച്ചു. ഹലോ യാമി, നീ എവിടെയാ? ഒന്നും കേൾക്കുന്നില്ലടാ. എന്തെങ്കിലും ഫംഗ്ഷനിലാണോ? ഹലോ, ഇപ്പം കേൾക്കാവോ? യാമി ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പച്ചി ഞാനിപ്പോൾ വരാട്ടോ. സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല, അതാ. അവിടുത്തെ പാട്ടിലും ബഹളത്തിലും താര സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന് കാണെ യാമി അപ്പച്ചിയോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നടന്നു. കയ്യിൽ ഫുഡായതുകൊണ്ട് തന്നെ കൈ കഴുകിയിട്ട് വേണം റൂമിലേക്ക് പോകാൻ. യാമി നേരെ കൈ കഴുകാനായി ചെന്നു. നീ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? ഫ്രണ്ട്സിനോടൊപ്പം എന്തോ സംസാരിച്ചു നിൽക്കുകയായിരുന്ന അജു കൈ കഴുകാനായി വരുന്ന യാമിയെ കണ്ടതും സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഒരു കോൾ ഫ്രണ്ടാ, അവിടെ ഇരുന്നിട്ടൊന്നും കേൾക്കുന്നില്ല. അതാ. അജുവേട്ടൻ കഴിച്ചോ? അബിയേട്ടൻ എന്തേ? അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ വെച്ചൊരു ഇഷ്ടികയുടെ സംസാരത്തിൽ വരുത്തേണ്ട എന്ന് കരുതി സൗമ്യമായി അവനോട് പറഞ്ഞു. അവൻ്റെ അങ്കിൾ വിളിച്ച് അങ്ങോട്ട് പോയതാ, എന്നിട്ട് വേണം കഴിക്കാൻ. അജു അവളെ നോക്കി പറഞ്ഞതും യാമി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൈ കഴുകാനായി മുന്നോട്ട് നടന്നു. ആരാടാ? അബിക്ക് ഇതല്ലാതെ വേറെയും പെങ്ങളുണ്ടോ? അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ നടന്നു പോകുന്ന യാമിയെ നോക്കി തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, ഇതവൻ്റെ പെങ്ങളൊന്നും അല്ലടാ. അജുവിൻ്റെ നോട്ടവും യാമിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ ഇതേ നിമിഷം സച്ചുവിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നവൻ യാമി അജുവിനോടെന്തോ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നടന്നു വന്നത്. സത്യം പറഞ്ഞാൽ അപ്പച്ചിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവളെ കണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത് തന്നെ. പക്ഷേ അവനങ്ങ് വരുമ്പോഴേക്കും യാമി അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. യാമി പോയതിനു ശേഷം അജുവിൻ്റെയും സുഹൃത്തിൻ്റെയും സംസാരത്തിൽ അത്ര ശരിയല്ലാത്തൊരു ചിരിയും ഭാവവും ഒക്കെ കാണെ അവരെ നോക്കി നിന്ന് ശിവയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. രുദ്ര, നീ കഴിച്ചോടാ? ശിവയെ കണ്ടതും അപ്പച്ചി അവനെ നോക്കി ചോദിച്ചു. ആ ചോദ്യം കേട്ടാണ് ശിവ അജുവിൽ നിന്നും നോട്ടം മാറ്റി അപ്പച്ചിയെ നോക്കിയത്. ഞാൻ കഴിച്ചു. അവനൊരു കാര്യഭാവത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് വേഗം അജുവിനെ തന്നെ നോക്കി. അബിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയപ്പോഴാണ് കൈ കഴുകി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് യാമി വീടിനകത്തേക്ക് കയറുന്നത് അവൻ കണ്ടത്. ശിവ അപ്പച്ചിയൊന്ന് നോക്കിക്കൊണ്ട് മെല്ലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ യാമിക്ക് പിന്നാലെ പോകാനായി മുന്നോട്ട് നടന്നതും ആനി വന്നവൻ്റെ കയ്യിൽ പിടിച്ചത് പെട്ടെന്നായിരുന്നു. ദേ, ഇതാണ് എനിക്ക് താഴെയുള്ളവൻ, ശിവരുദ്ധ്. ഇവൻ്റെ ഇളയതാണ് അബി. ശേഖറിൻ്റെ സുഹൃത്ത് എന്ന് തോന്നുന്ന ഒരാൾ ശിവയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അനി പറഞ്ഞതും ശിവയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. ദേഷ്യം ഇരച്ചു വന്ന ആ മുഖത്തേക്ക് മാത്രം നോക്കി നിന്ന് ശേഖറിൻ്റെയും അബിയുടെയും മുഖം ഒരുപോലെ വല്ലായ്മയിലാണ്ടുപോയി. അയാൾക്ക് മുന്നിൽ വെച്ചവൻ എന്തെങ്കിലും ദേഷ്യം കാണിച്ചാൽ അതൊക്കെ നാണക്കേടാകും എന്നവർക്കറിയാം. രുദ്രന് ബിസിനസ്സിലൊന്നും താല്പര്യമില്ലെന്ന് തോന്നുന്നു. അല്ല, അച്ഛനൊപ്പം ഇതുവരെ ആളെ കണ്ടിട്ടില്ല, അതാ ചോദിച്ചത്. അബിയും അനിയും അജുമൊക്കെ അല്ലേ കമ്പനി കാര്യങ്ങൾ നോക്കുന്നത്? അയാൾ ഒരു ചിരിയോടെ ശിവയെ നോക്കി ചോദിച്ചതും ശിവ അസ്വസ്ഥതയോടെ അയാളെ ഒന്ന് നോക്കി തൻ്റെ കയ്യിലുള്ള അനിയുടെ പിടുത്തം പിടിക്കാൻ ശ്രമിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല അങ്കിൾ. രുദ്രൻ മറ്റൊരു കമ്പനി നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാൾ ഇവനാണ് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ്. പിന്നെ രുദ്രൻ 2 വർഷം മുമ്പ് വരെ US-ലായിരുന്നു. ഇപ്പം നാട്ടിലേക്ക് വന്നേ ഉള്ളൂ.
ശിവ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ല എന്നൊരു നെഞ്ചിരിപ്പോടെ അവനെ അയാൾക്ക് മുന്നിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അനി മറുപടി പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അല്ല, ഏതാ കമ്പനി? എത്രയായി തുടങ്ങിയിട്ട്? അയാൾ അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ ശിവയെ നോക്കി ചോദിച്ചു. ഇതൊക്കെ ഏട്ടൻ പറയും, ഞാനല്പം ബിസിയാണ്. ശിവ അയാളെ നോക്കി മുഖം വല്ലാതെ കനപ്പിച്ചുകൊണ്ട് അനിയുടെ കൈ പിടിച്ച് ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. ഐ എം വെരി സോറി അങ്കിൾ. അവൻ മറ്റെന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അതാ. അനി വല്ലായ്മയോടെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അത് കുഴപ്പമില്ലടോ. ആൾക്ക് അച്ഛനെ പോലെ ദേഷ്യം ഇത്തിരി കൂടുതലാണല്ലേ? അയാളൊരു ചിരിയോടെ ചോദിച്ചു. ഡാ, കണ്ടാ കണ്ണെടുക്കാൻ തോന്നുന്നില്ലടാ. എങ്ങനെയൊരു പ്രപ്പോസൽ വെച്ചാൽ വീഴാൻ ചാൻസ് ഉണ്ടോ? അനിയുടെ അടുത്തു നിന്നും ഇരുണ്ട മുഖത്തോടെ വീട്ടിലേക്ക് നടന്ന ശിവ പെട്ടെന്നാണ് ആ ചോദ്യം കേട്ടത്. നെറ്റി ചുളിച്ചൊരു ചോദ്യത്തോടെ അവൻ അത് ആരാണെന്ന് നോക്കിയതും കണ്ടു. കഴിക്കാനായി കൈ കഴുകുന്ന അജുനെയും അവൻ്റെ ആ സുഹൃത്തിനെയും. നീ അങ്ങനെ ആ പ്രപ്പോസലുമായി പോകണ്ട, അതൊക്കെ ആൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അജു വല്ലാത്തൊരു ചിരിയോടെ ഫ്രണ്ടിനോട് പറഞ്ഞതും ശിവയുടെ മുഖം കൂടുതൽ കനക്കുകയാണ് ചെയ്തത്. ആരാടാ, നീയാണോ ബുക്ക് ചെയ്തത്? വല്ലാത്തൊരു അതിശയത്തിൽ ആ സുഹൃത്ത് അജുവിനെ നോക്കി ചോദിച്ചതും അജു അതേ എന്നൊരു ഭാവത്തിൽ ചിരിയോടെ തലയാട്ടി. യാമി എന്ന പെണ്ണിൽ ശിവരുദ്ധിന് ആദ്യമായി സ്വാർത്ഥത തോന്നിയ നിമിഷമായിരുന്നു അത്. തൻ്റേത് മാത്രമായ ഒരുവളെ മറ്റൊരുത്തന്നെ അവനോട് ചേർത്ത് പറയുന്നു എന്നത് അവൻ്റെ രോഷം കൂട്ടുകയും അവളോടുള്ള തൻ്റെ സ്നേഹം സ്വയം ബോധ്യമാവാൻ തുടങ്ങുകയും ചെയ്ത നിമിഷങ്ങളായിരുന്നു. ഇല്ലടാ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ശിവയുടെ സിസ്റ്ററെ കുറിച്ച്. ആളുടെ മാരേജ് നാളെയാ. അതിൻ്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കേൾക്കുന്നില്ല നിനക്ക്? യാമി ചോദ്യത്തോടെ അവരുടെ റൂമിലേക്ക് കയറി. ആ, ഇപ്പോൾ കേൾക്കാം. അപ്പോൾ നാളെയാണല്ലേ വിവാഹം? ചെറുക്കനാരാ? ആ വക്കീൽ തന്നെയാണോ? അവിടെ എല്ലാവരും വിവാഹത്തിന് സമ്മതിച്ചോ? താര ചിരിയോടെ വിശേഷം ചോദിച്ചു. ആള് തന്നെ. ഇവിടെ എല്ലാവരും സമ്മതിച്ചു. യാമി നേർത്തൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ, അവസാനം സ്നേഹിച്ചയാളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? താര പറഞ്ഞു. അതെ. യാമി അതേ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്തു. പിന്നെ ഞാൻ വിളിച്ചതേ, എന്തായി നമ്മുടെ കാര്യം? വരണ്ടേ ഇങ്ങോട്ട്? താര ചിരിയോടെ ഒരു ഈണത്തിൽ ചോദിച്ചതും യാമിയുടെ ഹൃദയം പിടഞ്ഞുപോയി. അവൾ അത്രയും നോർമലായൊന്ന് മൂളി. നിൽക്ക്, ഞാൻ വീഡിയോ കോൾ ചെയ്യാം. താര പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തതും യാമി കലങ്ങി നിറഞ്ഞ അവളുടെ കണ്ണുകൾ വേഗം അമർത്തി തുടച്ചു. അടുത്ത നിമിഷം തന്നെ താര വീഡിയോ കോൾ ചെയ്തു. ആ, നിന്റെ ആള് പറഞ്ഞ 6 മാസം കഴിയാൻ ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. നീ പുള്ളിയോടൊന്ന് സംസാരിക്ക്. വെക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ക്ലാസ് തുടങ്ങുമെന്നച്ച് പറഞ്ഞപ്പോൾ ഏട്ടൻ കോളേജിൽ നേരിട്ട് പോയി അന്വേഷിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും വേണ്ടി വരില്ലത്രേ. നിനക്ക് എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാനാണ് ഏട്ടൻ പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നിനക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് അടക്കം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. താര ആത്മാർത്ഥമായൊരു സന്തോഷത്തോടെ പറഞ്ഞതും യാമിക്ക് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്ന് നിറഞ്ഞു തുടങ്ങിയിരുന്നു. നീ പുള്ളിയോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ആൾക്ക് വേണ്ടത് ഡിവോഴ്സ് അല്ലേ? അതിനുള്ള പേപ്പേഴ്സ് റെഡിയാവുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. ഒന്ന് സൈൻ ചെയ്ത് തന്നേക്കാം എന്ന് പറ. താര ഗൗരവത്തോടെ പറഞ്ഞതും തൻ്റെ നൊമ്പരങ്ങൾ അത്രയും ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ മെല്ലെ പുഞ്ചിരിച്ചു. ഇങ്ങനെ ചിരിച്ചിരിക്കാതെ എന്തെങ്കിലും പറ മോളെ, താര ചിരിയോടെ പറഞ്ഞു. ഞാൻ ചോദിക്കാടാ, യാമി മെല്ലെ പറഞ്ഞു. ചോദിക്ക്. സമ്മതിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചു പറ. ഏട്ടനോ അച്ഛനോ നേരിട്ട് വന്ന് ആളെ കണ്ട് സംസാരിച്ചോളും. അല്ലേ ഏട്ടാ? താര ചിരിയോടെ അവളുടെ ഫോൺ സൈഡിൽ ലാപ്പ് നോക്കിയിരിക്കുന്ന അവളുടെ ഏട്ടനെ നേർക്ക് തിരിച്ചുകൊണ്ട് ചോദിച്ചതും ആ ചെറുപ്പക്കാരൻ യാമിയെ നോക്കി മനോഹരമായൊരു പുഞ്ചിരിയോടെ അതിയെന്ന് തലയാട്ടി. യാമിയും അയാളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടൻ ഏട്ടൻ എന്ന് പറയുന്നതല്ലാതെ നീ ആളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഏട്ടൻ, ഡോക്ടർ തരുൺ യാദവ്. ഇങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട കേട്ടോ. അമേരിക്കൻ സിറ്റിസൺ ആണെന്ന ഒടുക്കത്തെ ജാടയാ. താര ഒരു കളിയാക്കലോടെ പറഞ്ഞതും തരുൺ കുഞ്ഞൊരു ചിരിയോടെ അവളുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തുകൊണ്ട് യാമിയെ നോക്കി മെല്ലെ കണ്ണ് ചിമ്മി. യാമി ഒരു പുഞ്ചിരിയോടെ ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് വേറെന്തൊക്കെയാണ് വിശേഷം? രാമച്ചനും സരസ്വതിയമ്മയ്ക്കൊക്കെ സുഖമല്ലേ? സുഖം, യാമി പുഞ്ചിരിയോടെ പറഞ്ഞതും ഡോറിൽ ആരോ തട്ടിയതും ഒരുമിച്ചായിരുന്നു. 1 മിനിറ്റ്, യാമി താരയെ നോക്കി പറഞ്ഞുകൊണ്ട് വേഗം ചെന്ന് ഡോർ തുറന്നു. ശിവയാണ് വന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ ഫോൺ ചാരി വെച്ച് സൈഡ് ടേബിളിന് മുന്നിൽ വന്ന് തന്നെ നിന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറ മോളെ. നീ എന്താ ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ? വിവാഹമൊക്കെ ആയിട്ട് ക്ഷീണിച്ചോ? താര ചിരിയോടെ ചോദിച്ചതും യാമയോട് എന്തോ സംസാരിക്കാനായി വാ തുറന്ന ശിവ ഒന്നും മിണ്ടാതെ അവളെ കടന്ന് നേരെ കബോർഡിനരികിലേക്ക് നടന്നു. അതാരാ? ശിവയാണോ? യാമിക്ക് പിന്നിലൂടെ കടന്നുപോയ ശിവയുടെ രൂപം കണ്ട താര ചോദിച്ചു. കബോർഡ് മുന്നിൽ നിൽക്കുന്ന ശിവയെ ഒന്ന് നോക്കി മെല്ലെ മൂളി. ഒന്ന് പരിചയപ്പെടുത്തേണ്ട യാമി, ഞാനൊന്ന് ആളെ കാണട്ടെ.
താര ഒരു കുറുമ്പോടെ പറഞ്ഞതും യാമി പിന്നെയും ശിവയെ ഒന്ന് നോക്കി. അവരുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും കബോർഡിൽ നിന്നും എന്തോ എടുക്കുന്നതായി ഭാവിച്ചു നിൽക്കുന്നവൻ. ശിവ, യാമി അവനെ വിളിച്ചു. എൻ്റെ ഫ്രണ്ടാ താര, ഞാൻ പറഞ്ഞിട്ടില്ലേ US-ൽ. വിളി കേട്ട് നിരിഞ്ഞു നോക്കിയവനെ കാണാൻ യാമി മെല്ലെ പറഞ്ഞതും ശിവ അവൾക്കടുത്തേക്ക് നടന്നു വന്നു. ഫോൺ ടേബിളിൽ ചാരി വെച്ച് കസേരയിലിരുന്ന് സംസാരിക്കുകയായതുകൊണ്ട് തന്നെ ശിവ യാമി ഇരിക്കുന്ന കസേരയുടെ ഇരുവശവും പിടിച്ച് അവൾക്ക് അടുത്തേക്ക് കുനിഞ്ഞതും യാമിയുടെ കവിളോരം അവൻ്റെ മുഖത്തെ താടി രോമങ്ങൾ മെല്ലെ ഉരസിപ്പോയി. ആദ്യ നിമിഷം യാമിയുടെ കണ്ണുകൾ ഒരു പിടച്ചിലോടെ മറ്റെങ്ങും നോട്ടം മാറ്റിയപ്പോൾ ശിവ ഒരു ചിരിയോടെ താരയെ നോക്കി. ഹായ്. ശിവ ഒരു ചിരിയോടെ താരയെ നോക്കി കൈ ഉയർത്തി കാണിച്ചതും യാമി പറഞ്ഞ കാര്യങ്ങളും ചാടിക്കടക്കുന്ന സ്വഭാവമൊക്കെ വെച്ച് ആൾ മനസ്സിൽ സങ്കല്പിച്ചൊരു പരുക്കൻ രൂപം ഉണ്ടായിരുന്നു ശിവയ്ക്ക്. അവനെ കണ്ട ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ മനസ്സിലെ ആ രൂപം തകർന്ന് നിലം പതിച്ചു. ഹായ്, താര. പെട്ടെന്ന് സംസാരിക്കാൻ കിട്ടാത്ത പോലെ താര ശിവയെ നോക്കി ചിരിയോടെ പറഞ്ഞു. എനിക്കറിയാം, യാമി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ശിവ ചിരിയോടെ ചോദിക്കുന്നതിനൊപ്പം മുൻപത്തേക്കാൾ അടുപ്പത്തിൽ യാമിയോട് അടുത്ത് നിന്നു. യാമിയുടെ കൈകൾ അവളിൽ ഇരിക്കുന്ന കസേരയിൽ മുറുകി. വേണ്ട, എനിക്കറിയാം, ശിവയല്ലേ? താര പെട്ടെന്ന് ചോദിച്ചു. അല്ല, ശിവരുദ്ര, അതാണ് എൻ്റെ നെയിം. ആൻഡ് യു കോൾ മീ രുദ്ര. ശിവ അതേ ചിരിയോടെ തന്നെ പറഞ്ഞതും താര വേഗം ശരിയെന്ന് തലയാട്ടി. പിന്നെ ഒന്ന് രണ്ട് വിശേഷം പറച്ചിലോടെ അവൾ യാമിയൊന്ന് നോക്കി കണ്ണുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തലോടെ കാൽ വക്കുകയും ചെയ്തു. കൂട്ടുകാരുടെ കോൾ വന്നിട്ടാണോ കഴിക്കാതെ ഇങ്ങോട്ടോടി വന്നത്? താരയുടെ കാൽ കട്ടായതും യാമി ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കെ ശിവ അവളോട് ചോദിച്ചു. യാമി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂളി. നിനക്ക് വയ്യേ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? പതിവ് പോലെ തന്നോട് ദേഷ്യപ്പെടാതെ പുഞ്ചിരിക്കുന്നവളെ കാണാൻ ശിവയെ അവളെ ഒരു സംശയഭാവത്തോടെ നോക്കി ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താ ഇങ്ങോട്ട് വന്ന്? യാമി അവനെ നോക്കി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ശിവയെ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. യാമി തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കിയതും ശിവയെ അവളെ നോക്കിയൊരു ചിരിയോടെ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഞാൻ എൻ്റെ ഭാര്യയെ അവിടെയൊന്നും കാണാതെ ആയപ്പോൾ തിരഞ്ഞു വന്നതാ. അവനൊരു കാര്യഭാവത്തിൽ പറഞ്ഞതും യാമി അവനെ പതിവ് പോലെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. കണ്ട് കിട്ടിയിട്ടെന്തിനാ? അവിടെ ആ കൂട്ടത്തിൽ വെച്ച് വഴക്ക് പറയാനല്ലേ? താര പറഞ്ഞ വാക്കുകൾ നെഞ്ചിലൊരു ഭാരമായി അങ്ങനെ നിൽക്കെ എന്നേക്കുമായി തനിക്ക് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു വിങ്ങലിൽ അവനോട് സംസാരിക്കുമ്പോൾ പതിവ് പോലെ ദേഷ്യവും വാശിയും പരിഭവവും ഒന്നും കാണിക്കാത്തവനെ മുന്നിൽ ഒരു മെഴുകുതിരി പോലെ ഉരുകി അവൾ. അതിന് ഞാൻ നിന്നെ ഇപ്പോൾ വഴക്ക് പറയാറില്ലല്ലോ. ശിവ അവളെ ചോദ്യത്തോടെ നോക്കി. യാമി ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നുപോയി. പറ മാമി, ഞാൻ നിന്നെ ഇപ്പോൾ വഴക്ക് പറയാറുണ്ടോ? അവൻ അവളുടെ പിന്നിൽ നിന്നും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നെ എന്തിനാ എന്നെ തിരഞ്ഞത്? ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച അവൻ്റെ കൈകൾ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടവൾ ചോദിച്ചു. അഭി നിന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടെന്താ വരാഞ്ഞത്? അവനൊരു ചോദ്യത്തോടെ അവൾ വിടിയിക്കാൻ ശ്രമിക്കുന്ന കൈ ഒന്നുകൂടെ അവളിലേക്ക് മുറുക്കി. എനിക്കറിയില്ല. എന്താ അറിയില്ല? നിങ്ങളെപ്പോലെ ഡാൻസ് കളിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചു തരട്ടെ? അവൻ അവളുടെ കാതോരം ചുണ്ടുരുമ്മി സ്വകാര്യമായി ചോദിച്ചതും യാമി വല്ലാത്തൊരു വെപ്രാളത്തോടെ അവനിൽ നിന്നും പിടഞ്ഞു മാറി മുന്നോട്ട് നടന്നതും ശിവ ഒരു ചിരിയോടെ അവളുടെ കൈവിരൽ തുമ്പിൽ പിടിച്ചു നിർത്തി. യാമി വേഗത്തിൽ മിടിച്ചു തുടങ്ങിയ ഹൃദയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. റൂമിൻ്റെ ഡോർ ലോക്ക് ആയതുകൊണ്ട് തന്നെ പുറത്ത് അത്രയും ഉച്ചത്തിൽ പാടുന്ന പാട്ട് അല്പം ശബ്ദം കുറഞ്ഞാണ് റൂമിലേക്ക് കേൾക്കുന്നത്. ഇപ്പോൾ പ്ലേ ആവുന്ന പാട്ടിൻ്റെ ഈണം ഒന്ന് കാതോർത്ത് കൊണ്ടവൻ പിടുത്തമിട്ട വിരൽ തുമ്പുമെല്ലെ മുകളിലേക്ക് ഉയർത്തിയതും യാമി അവനെ സംശയത്തോടെ നോക്കി. അവളിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാതെ അവൻ ആ വിരൽ തുമ്പിൽ പിടിച്ചു മെല്ലെ ഒന്ന് വട്ടം കറക്കി തൻ്റെ നെഞ്ചോട് വെളിച്ചെടുത്തൊരു താളത്തിൽ അവളുമായി ചൂടോറുകൾ വെച്ചതും യാമി ശരിക്കും അതിശയിച്ചു പോയി. ആ പാട്ടിൻ്റെ വരികൾ മെല്ലെ പാടുന്നതിനൊപ്പം അവളുമായി ഈ ഇനത്തിൻ്റെ ഒഴുക്കിൽ ഓരോ ചുവടുകളും അത്രയും അനായാസമായി അവൻ വയ്ക്കുമ്പോൾ അത്രയും നേരം നൊമ്പരം നിറഞ്ഞു നിന്ന കണ്ണുകൾ അവൻ അത്രമേൽ അതിശയം കലർന്നൊരിഷ്ടത്തോടെ നോക്കിപ്പോയി. വിങ്ങി നിന്ന ഹൃദയം ആ വിങ്ങൽ മറന്നതെന്തിനോ ആനന്ദിച്ചു പോകുന്നതും കരയാൻ വിതുമ്പുന്ന ചുണ്ടുകൾ ഒരു പുഞ്ചിരിയാൽ വിരിഞ്ഞു നിന്നു. അവിടെ ആ സ്റ്റേജിൽ നിന്ന് കളിച്ചാൽ ഇത്ര ഫ്ലോ കിട്ടില്ല. അതല്ലേ ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്. യാമിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞതും ശിവ അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലാതെ നാട്ടുകാരും കുടുംബക്കാരും കാണുമെന്ന് കരുതിയിട്ടല്ല അല്ലേ? യാമി തെല്ലൊരു ചൊടിയോടെ അവനെ നോക്കി ചോദിച്ചതും ശിവ അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് ഇരുത്തി. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും കാണുമെന്നുള്ള പേരൊന്നും ശിവയ്ക്ക് ഇന്ന് വരെ ഒരു കാര്യത്തിലുണ്ടായിട്ടില്ല മോളം മാമി. എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതൊന്നും ആർക്ക് വേണ്ടിയും ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. ആ ഒരു പ്രശ്നമേ എനിക്കുള്ളൂ.
അല്ലെങ്കിൽ തന്നെ നീ എന്തിനാടി ഭാര്യ സഹായം ചോദിച്ച് നിന്റെ അമ്മായിയച്ഛൻ്റെ അടുത്തേക്ക് പോയത്? അങ്ങേരിക്കാൾ ഡബിൾ സ്ട്രോങ്ങിൽ ഈ ശിവരുദ്ധില്ലായിരുന്നോ ഇവിടെ? നിനക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടായിരുന്നോ? ഞാൻ സഹായിക്കില്ലായിരുന്നോ നിന്നെ? ശിവ അവൾക്ക് അടുത്തായി തന്നെ ബെഡിലേക്ക് മലർന്നു വീണുകൊണ്ട് ചോദിച്ചു. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? യാമി അവനെ സംശയത്തോടെ നോക്കി ചോദിച്ചു. ഇതുവരെ ഇല്ല, പക്ഷെ ഇന്ന് ഞാൻ കുടിക്കും, അവൻ മേലോട്ട് നോക്കി കിടന്നുകൊണ്ട് പറഞ്ഞു. യാമി അവനെ കണ്ണു കുറിപ്പിച്ചൊന്ന് നോക്കി. കുടിക്കും. അവൻ അവളെ നോക്കി ചിരിയോടെ അത് ആവർത്തിച്ചു. കുടിച്ചോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. യാമി ചോദ്യത്തോടെ അവനെ നോക്കി. വേണ്ടാന്ന് പറയരുത്, അതാണ് എനിക്കും പറയാനുള്ളത്, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. ഇല്ല, പറയില്ല. യാമി ഗൗരവം ഒട്ടും കുറച്ചില്ല. താങ്ക്സ്, ശിവ അവളുടെ കവളിലൊന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. പോടാ. യാമി ആ കൈ തട്ടി തെറിപ്പിച്ചു. കൂട്ടുകാരെ വെറുതെ വിളിച്ചതാണോ? ശിവ അലസമായി എന്നപ്പോൾ ചോദിച്ചു. അല്ല, യാമി പെട്ടെന്ന് പറഞ്ഞു. പിന്നെ? ശിവ സംശയത്തോടെ അവളെ നോക്കി. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു, യാമി മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? ശിവ അവളെ നോക്കി ചെരിഞ്ഞു കിടന്നു. നാളെ പറയാം. യാമി അവനെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ ഇപ്പോൾ പറഞ്ഞ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കി. ഇപ്പം പറയില്ല, നാളെ പറയൂ. യാമി ഒരു നിർബന്ധം പോലെ പറഞ്ഞതും ശിവ അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അത് കിടപ്പ് കിടന്നു. നീ സാരി നോക്കിയോ? ശിവ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ ചോദിച്ചു. ഇല്ല. യാമി സൈഡ് ടേബിളിൽ ചാഞ്ഞു നിന്നുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. നോക്കിയില്ലേ? ശിവ ചോദിച്ചു. ഇല്ല. യാമി അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി. അപ്പോൾ നാളെ ആ സാരി ഉടുക്കില്ല അല്ലേ? ശിവ മുൻപത്തെ പോലെ മലർന്നു കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. യാമി അവനെ നോക്കി തന്നെ പറഞ്ഞു. കാരണം? എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാനൊരു സാരി വാങ്ങിയില്ലേ, അതുടുക്കാതെ മറ്റൊന്നുടുത്താൽ എല്ലാവരും ചോദിക്കും ആ സാരി എവിടെ നിന്ന് കിട്ടിയെന്ന്. നീ വാങ്ങിത്തന്നതാണെന്ന് പറയാൻ സമ്മതിക്കോ? ഇല്ല. നീ അല്ലാതെ എനിക്കങ്ങനെ വാങ്ങിത്തരാനും ആരുമില്ല, അതുകൊണ്ടതെനിക്ക് വേണ്ട. ചാരി നിന്ന സൈഡ് ടേബിളിൽ നഖം വെച്ച് കൂറിക്കൊണ്ടവൾ പറയെ അവൻ്റെ കണ്ണുകൾ അവളെ മാത്രം നോക്കി നിന്നുപോയി. പ്രകടമാക്കാൻ കഴിയാത്തൊരു നോവ് നെഞ്ചിൽ പടർന്നിറങ്ങി തുടങ്ങിയ നിമിഷം. നല്ല തീരുമാനം, കൊടുക്കണ്ട. അവൻ അവളെ നോക്കാതെ പറഞ്ഞു നിർത്തിയതും ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. എന്താടാ? കോൾ എടുത്ത് കാതോറും ചേർത്തുകൊണ്ടവൻ മുരണ്ടു. നീ എവിടെ? വാ, സച്ചൊരു പരിഭവത്തോടെ വിളിച്ചു. എല്ലാവരും കിടന്നു തുടങ്ങിയോ? ശിവയുടെ സംസാരത്തിൽ ദേഷ്യം മുഴച്ചു നിന്നു. അതൊക്കെ പോകുന്നുണ്ട്, നീ വാ, നമുക്ക് തേക്കിൻകാട്ടിലേക്ക് പോകാം, അനുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചു ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. ദാ വരുന്നു. ശിവ കോൾ വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഇന്നിനി ഇങ്ങോട്ട് വരില്ല, പോയി ഫുഡ് വല്ലതും കഴിച്ച് ഡോർ ലോക്ക് ചെയ്ത് കിടന്നോ. ആരെങ്കിലും വന്ന് വിളിച്ചാൽ തുറക്കാൻ നിൽക്കണ്ട, ഒത്തിരി പേരുള്ളതാ. യാമിയെ നോക്കി വല്ലാത്തൊരു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഡോറിൽ നിന്നേക്ക് നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ഒന്ന് നിന്ന് യാമി തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തേക്ക് തന്നെ വന്നു. യാമി അവനെ കണ്ണു ചുരുക്കിയൊരു സംശയത്തോടെ നോക്കി. ഞാനില്ല, ഉറക്കം വരാത്ത പ്രശ്നമൊന്നും എൻ്റെ ഭാര്യയ്ക്കില്ലല്ലോ. അവളുടെ കാതോര മുഖം അടുപ്പിച്ചൊരു ചിരി ഒതുക്കിക്കൊണ്ടവൻ അവളെ ചൊടിപ്പിക്കാനായി മെല്ലെ ചോദിച്ചതും. പുറത്തേണ്ടി. യാമി ഈർഷ്യയോടെ അവൻ്റെ തോളിൽ ശക്തമായൊരു തള്ളു വെച്ച് കൊടുത്തു. ഇപ്പം ശരിയായി. എന്നാൽ ഗുഡ് നൈറ്റ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഡോർ ലോക്ക് ചെയ്യാൻ മറക്കണ്ട, ഞാൻ കാലത്തേ വരും. ശിവ ചിരിയോടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം അവളോട് പറഞ്ഞു. യാമി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടണം എന്നുണ്ട്, പക്ഷേ തൻ്റെ ദേഷ്യത്തെ പോലും അവനെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നു. അകലണം എന്ന് ബുദ്ധി ചൊല്ലി തരുമ്പോൾ അവനില്ലാതെ വയ്യെന്ന് ഹൃദയം തേങ്ങുന്നു. തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പുള്ള പ്രണയത്തെ നീ എന്തിനാ ഹൃദയമേ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഡോർ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് ചുരുണ്ടുകൂടി കിടന്നവളുടെ മനസ്സ് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. തൻ്റെ സ്വന്തമല്ലാത്തതൊന്നും തനിക്ക് വേണ്ടെന്ന മനസ്സ് തീരുമാനിക്കും വരെ അവളുടെ കണ്ണുകൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് വെള്ളമൊഴിക്കട. ഗ്ലാസ്സിലേക്ക് പകർന്ന മദ്യം ഒരിറ്റു വെള്ളം ചേർക്കാതെ അപ്പാടെ വായിലേക്ക് കമഴ്ത്തിയവനെ കാണാൻ സച്ചു ശാസനയോടെ പറഞ്ഞു. സത്യം പറയടാ, നിന്നെ അവളിന്ന് കള്ളു കുടിക്കാൻ വിട്ടോ? നീ അവളോട് ചോദിച്ചിട്ട് തന്നെയല്ലേടാ വന്നത്? കുടിച്ച ഗ്ലാസ് തിരികെ വെച്ചുകൊണ്ട് ശിവ സംശയത്തോടെ സച്ചുവിനെ നോക്കി ചോദിച്ചു. ഞാൻ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞാൽ അവൾ സമ്മതിക്കാതിരിക്കില്ലടാ. സമ്മതിക്കും. ഇല്ലേ സമ്മതിക്കും വരെ ഞാൻ ചോദിച്ച് വെറുപ്പിക്കില്ലേ? പിന്നെ ഇന്ന് കുടിച്ചില്ലേ പിന്നെ എന്നാടാ? നിനക്കറിയോ എനിക്കിന്ന് എത്രത്തോളം സന്തോഷമുണ്ടെന്ന്? എൻ്റെ കൈ ഇന്ന് തട്ടിപ്പറിച്ചെടുത്തവർ തന്നെ അവളെ ഈ കയ്യിലേക്ക് വെച്ച് തരുമല്ലേടാ. കൈവിട്ട് പോയെന്ന് ഞാൻ കരുതി എൻ്റെ ജീവിതമാണ് നാളെ എൻ്റെ സ്വന്തമായി മാറാൻ പോകുന്നത്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലടാ ശിവ. എൻ്റെ അനുയില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. അത് ഈശ്വരനറിയാം. അതാ എനിക്ക് തന്നെ തിരികെ തന്നത്. നിനക്കൊരു കാര്യം അറിയോ?
സച്ചു 2 ഗ്ലാസ് മദ്യം ഇടതടവില്ലാതെ കുടിച്ചുകൊണ്ട് ശിവയെ നോക്കി കണ്ണു കലങ്ങി ചോദിച്ചു. ഇല്ല, നീ പറ, ഞാൻ കേൾക്കാം. ശിവ അവൻ്റെ ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇതുപോലെ ഒരു പന്തൽ 1.5 വർഷം മുന്നേ നിന്റെ വീട്ടുമുറ്റത്ത് പൊന്തിയിരുന്നു. ഇന്ന് കേട്ട പോലെ ആട്ടവും പാട്ടും. ശിവ ഇടയിൽ കയറി പെട്ടെന്ന് പറഞ്ഞു. എന്ത്? സച്ചു സംശയത്തോടെ അവനെ നോക്കി. ആട്ടവും പാട്ടവും അല്ല, ആട്ടവും പാട്ടും, അങ്ങനെ പറ. ശിവ അങ്ങനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ സോറി, മൈ മിസ്റ്റേക്ക്. ആട്ടവും പാട്ടും ഞാൻ കേട്ടു. എവിടെ ഇരുന്നിട്ടാണെന്നറിയോ? ഇല്ല, ഇവിടെ ഈ മുളങ്കാട്ടിൽ കിടന്ന് കൊതുകുകാടി കൊണ്ട് നെഞ്ച് പൊട്ടി കരഞ്ഞുകൊണ്ട്. നിന്റെ അച്ഛനില്ലേ ചിറക്കൽ രാജശേഖരൻ, അങ്ങേരെ എന്നോട് പറഞ്ഞത് എന്തറിയോ? അങ്ങേരുടെ മോളെ കെട്ടാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. എന്തു പറഞ്ഞു? സച്ചു ശിവയെ നോക്കി ചോദ്യം ആവർത്തിച്ചു. യോഗ്യതയില്ലെന്നല്ലേ? ശിവ അവനെ നോക്കി. അതന്നെ. അല്ല, അയാളാരെ ഈ സച്ചിദാനന്ദൻ്റെ യോഗ്യത നിശ്ചയിക്കാൻ? ചിറക്കൽ രാജശേഖരൻ ആരാടാ? പറയടാ. സച്ചു പിന്നെയും സംശയത്തോടെ ശിവയെ നോക്കി. ചിറക്കൽ രാജശേഖരൻ. ശിവ മറുപടി പറഞ്ഞുകൊണ്ട് ആ പുല്ലിലേക്ക് മലർന്നു കിടന്നു. സച്ചുവിൻ്റെ സങ്കടം പറച്ചിൽ കേൾക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ഒരുത്തിയുടെ മുഖമായിരുന്നു. കണ്ണിൽ മായത് കിടക്കുന്ന ആ മുഖം. അതെ, ചിറക്കൽ രാജശേഖരൻ. അയാളൊരു ചേറ്റയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിലും നിന്റെ എൻ്റെ അനുവിൻ്റെ അച്ഛനാണല്ലോ എന്നോർത്ത് ഞാനത് വിളിക്കുന്നില്ല. അങ്ങേര് ചെയ്ത ഏറ്റവും വലിയ 2 പുണ്യം, 1 നിന്നെ ജനിപ്പിച്ചു, 2 എൻ്റെ അനുവിനെ ജനിപ്പിച്ചു. സച്ചു അടുത്ത ഗ്ലാസ് മദ്യം കൂടി ഒഴിച്ചു കുടിച്ച് ശിവയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. സത്യം പറയാലോ, നിന്റെ സ്വഭാവം അതെനിക്ക് ഇഷ്ടമല്ല. കാരണം നിനക്ക് നിന്റെ അച്ഛൻ്റെ അതേ ദേഷ്യവും വാശിയുമാണ്. ദൈവം തമ്പുരാൻ വന്ന് കൈകൂപ്പി പറഞ്ഞാൽ പോലും നീ നിന്റെ വാശി വിടില്ല. വീടോ? ഇല്ല. അതാണ്. പക്ഷെ എൻ്റെ അനു, അവളുണ്ടല്ലോ, എൻ്റെ മുത്താടാ മുത്ത്. നിന്റെ അച്ഛൻ എന്നെ വേണ്ടെന്ന് വെച്ച് വേറെ കല്യാണം ഉറപ്പിച്ചപ്പോൾ എൻ്റെ മോൾ എന്നെ തേടി വന്നു. അതും ഒറ്റക്കൊമ്പനെ പോലെ എതിർത്തു നിന്ന ചിറക്കൽ രാജശേഖരനെ വേണ്ടെന്ന് വെച്ച്. അന്ന് എനിക്ക് അവളെ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഈ ജന്മം മുഴുവൻ അവളെ മാത്രം സ്നേഹിച്ചു ജീവിക്കാൻ എനിക്കത് മതിയായിരുന്നു. ഇപ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്ന് അറിയോടാ നിനക്ക്? സച്ചു കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ശിവ അലസമായി തന്നെ മറുപടി പറഞ്ഞു. നിനക്കറിയില്ലടാ, നിനക്കൊന്നും അറിയില്ല. അറിയണമെങ്കിൽ നീ ഒരുത്തിക്കിതേ ഇവിടെ സ്ഥാനം കൊടുക്കണം. എന്നിട്ട് കുറേ കാലം അവൾ നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. പ്രത്യേകിച്ച് തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. ശേഷം അവളെ നഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹിച്ച പെണ്ണ് നഷ്ടമാവുന്നത് പോലെയല്ല നമ്മൾ സ്നേഹിച്ച പെണ്ണിന് നഷ്ടമാവുന്നത്. എന്താണെന്നറിയോ? നമ്മൾ സ്നേഹിച്ചവരെ നഷ്ടമായ കുറേ കാലം കഴിയുമ്പോൾ പകരക്കാർ വരും. പക്ഷെ നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചോളെ നഷ്ടമായ പകരം ഏത് മാലാക വന്നാലും നഷ്ടമായതിന് പകരമായി തോന്നില്ല നമുക്ക്. മരിച്ച മനസ്സുമായി ശരീരം നിലം പതിക്കും വരെ ജീവിക്കേണ്ടി വരും. നിന്റെ പെങ്ങളില്ലേ എൻ്റെ അനു, അവളില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാവും? ഇപ്പോൾ നിനക്ക് ഞാനീ പറയുന്നതൊക്കെ തമാശയായി തോന്നുമെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഈ നെഞ്ചി ഒരുത്തിയെ ചേർത്ത് പിടിക്കുന്നത് വരെ മാത്രമേ ആ തോന്നലുണ്ടാവൂ. സച്ചു വലിയൊരു തത്തം പോലെ നാക്കുഴറി പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് കിടന്നു. ശിവരുദ്ധ അവളെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കൈവിടണമെന്ന് പറഞ്ഞാലും ഈ ജന്മം മുഴുവൻ അവളിൽ നെഞ്ചോരം തന്നെ കാണും. മറ്റൊരുത്തനും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. പാതി ബോധത്തിൽ മയങ്ങി തുടങ്ങിയ സച്ചുവിനോടായി വല്ലാത്തൊരു ചങ്കുറപ്പോടെ അവൻ പറഞ്ഞു.